പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ്. എന്നാൽ അതിനു മുമ്പ് നിങ്ങൾ ഏവർക്കുമായി യെസ് ഇന്ത്യയെയും ലീഡർഷിപ്പ് ഇന്ത്യയെയും പരിചയപ്പെടുത്തുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. 15 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ വിശിഷ്യ മലബാറിലെ വിദ്യാർത്ഥികളുടെ കരിയർ നിർമ്മാണത്തിനും പൊട്ടൻഷ്യൽ ഉന്നമനത്തിനുമായി രൂപം കൊണ്ട വിദ്യാർത്ഥി കൂട്ടായ്മയാണ് യങ് എബുലിയന്റ് സ്റ്റുഡൻസ് ഇന്ത്യ അഥവാ യെസ് ഇന്ത്യ. നാളിതുവരെ അക്ഷരസമുദ്രം, ലീഡർഷിപ്പ് ഇന്ത്യ, എക്സൽ ഇന്ത്യ, റിസർച്ച് ഇന്ത്യ, CS ഫോക്കസ് എന്നിങ്ങനെ വിവിധ പദ്ധതികളിലൂടെയായി 10,000-കണക്കിന് വിദ്യാർത്ഥികളെ ലോകോത്തര നിലവാരമുള്ള കലാലയങ്ങളിൽ എത്തിക്കുവാനും തുടർന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിലായി അവരുടെ സ്വപ്നങ്ങൾ പിടിച്ചടക്കാൻ സഹായിക്കുവാനും യെസ്സിന് കഴിഞ്ഞു. നാളെയുടെ നേതാക്കളെ ഇന്നിന്റെ ക്യാമ്പസുകളിൽ നിന്നും കണ്ടെത്തുക, അതിനവരെ സഹായിക്കുക എന്നീ ലക്ഷ്യങ്ങളുമായി തുടക്കം കുറിച്ച പദ്ധതിയാണ് ലീഡർഷിപ്പ് ഇന്ത്യ. വിവിധ ക്യാമ്പസുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയുമായി ഒരുപാട് പേരെ സ്വാധീനിക്കാനും അവരിലെ കഴിവിനെ വാർത്തെടുക്കാനും പദ്ധതിക്ക് സാധിച്ചു. തുടർക്കഥ എന്നോണം അതിന്ന് ജ്വാല വെബിനാർ സീരീസിൽ എത്തി നിൽക്കുന്നു. ഇന്നത്തെ ഈ പുതു അധ്യായത്തിൽ വിശിഷ്ടാതിഥിയായി നമ്മോട് സംവദിക്കുവാൻ കൂടെയുള്ളത് ഏറെ പ്രസിദ്ധനും അതുപോലെ ഇന്നത്തെ യുവത്വത്തിന്റെ ആവേശവുമായ ഒരാൾ തന്നെയാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് ലോക സഞ്ചാരത്തിലൂടെ വേറിട്ട കാഴ്ചകളും അനുഭവങ്ങളും സ്വന്തമാക്കി അതിന്റെ പരമോന്നതിയിൽ നിന്നുകൊണ്ട് തന്നെ തന്റെ വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും മാനവരാശിയെ എല്ലാം ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഒരു വ്യക്തിത്വം. സഫാരി ചാനലിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും നമുക്ക് ഏറെ സുപരിചിതനായ പ്രിയങ്കരനായ ശ്രീമാൻ സന്തോഷ് ജോർജ് കുളങ്ങര. നിങ്ങൾ എല്ലാവരും ഇന്നിവിടെ എത്തിയത് ആ ഒരു പേര് മാത്രം കണ്ടാണെന്നും കാത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വേണ്ടിയാണെന്നും അറിയാം. അതിനാൽ കൂടുതൽ വൈകിപ്പിക്കാതെ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായി യെസ് ഇന്ത്യ പ്രസിഡന്റും അൽ ഫാറൂഖ് എഡ്യൂക്കേഷണൽ സെന്ററിലെ അധ്യാപകനുമായ അധ്യക്ഷൻ ശ്രീ അക്ഷയ് കുമാർ OA പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. അടുത്തതായി നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ചെത്തിയ ഇന്നത്തെ പരിപാടിയുടെ മുഖ്യ പ്രഭാഷകൻ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയെ നിങ്ങൾ ഏവർക്കും വേണ്ടി സന്തോഷത്തോടെ അതിലേറെ അഭിമാനത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സർ. അവസാനമായി ഈ പരിപാടിയിലേക്ക് എത്തിയിട്ടുള്ള ഏവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനായി ശ്രീ അക്ഷയ് കുമാർ OA ക്ഷണിക്കുന്നു. താങ്ക് യു ഷാന. ഞാൻ ഓഡിബിൾ ആണെന്ന് കരുതുന്നു. യെസ് ഇന്ത്യ എന്നത് മലബാറിലെ കോളേജ് വിദ്യാർത്ഥികളുടെ ഒരു സന്നദ്ധ സംഘടനയാണ്. 15 വർഷക്കാലമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിസ്വാർത്ഥമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടമാണ് യെസ് ഇന്ത്യ. വളരെ സന്തോഷം. ഞാൻ ഭയങ്കര ത്രിൽഡ് ആണ്. സന്തോഷ് സാറാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. ബഹുമാനപ്പെട്ട നമ്മുടെ അതിഥി, മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലോകം കാണാൻ സ്വപ്നം കണ്ട ഒരു മനുഷ്യൻ, ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അധികം രാജ്യം കണ്ട, ലോകം കണ്ട മനുഷ്യൻ, യെസ് ഇന്ത്യയുടെ തന്നെ ലീഡർഷിപ്പ് ഇന്ത്യ എന്ന പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന വെബിനാർ സീരീസ് ജ്വാല, അതിന്റെ 3ാമത്തെ എഡിഷൻ ആണ് ഇന്ന് നടക്കുന്നത്. 5:55 5:50 ഞാൻ ജോയിൻ ചെയ്യുമ്പം സംഘടനയുടെ പ്രസിഡന്റ് ആയ ഞാൻ അതിശയിച്ചു പോവാണ്. 100+ പാർട്ടിസിപ്പൻസ് ആണ് 5-10 മിനിറ്റ് മുൻപ് കയറിയിരിക്കുന്നത്. ഞാനൊരു അധ്യാപകനാണ്. ക്ലാസ്സിൽ കുട്ടികളെ കയറ്റാൻ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ പാർട്ടിസിപ്പൻസിന്റെ ലിസ്റ്റ് നോക്കുമ്പോൾ ഏതാണ്ട് 200-ലധികം ആളുകൾ ഈ യോഗത്തിൽ എന്നോടൊപ്പം ഉണ്ട് എന്നറിയുന്നതിൽ ഏറ്റവും അധികം ഞാൻ സന്തോഷിക്കുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥിയുടെ ശോഭ തന്നെയാണ് അത് തെളിയിക്കുന്നത് എന്ന് നിസ്സംശയം എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഒരു ടെലിവിഷൻ പ്രൊഫഷണലായി തന്റെ ജീവിതം ആരംഭിച്ച മനുഷ്യൻ, സഞ്ചാരം എന്ന പദത്തിന്റെ പര്യായമായി വിശേഷിപ്പിക്കാവുന്ന പേരാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടേത്. പാരലൽ കോളേജ് അധ്യാപകനായ പിതാവിനോടൊപ്പം നാട് കണ്ടു തുടങ്ങിയ അദ്ദേഹം പിന്നീട് ജീവിതത്തിൽ തന്റെ കരിയർ ഈ ലോകം കാണുക എന്നത് തന്നെയാക്കി മാറ്റി. സഫാരി ടിവിയുടെ ഫൗണ്ടറും ചീഫ് എക്സ്പ്ലോററും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ വിസിറ്റിംഗ് കാർഡ് ഒരു ഇന്റർവ്യൂവിൽ നിന്ന് കേൾക്കാനിടയിൽ, ഒരു വിസിറ്റിംഗ് കാർഡിൽ സീനിയർ ക്യാമറാമാൻ എന്ന് മാനേജിംഗ് ഡയറക്ടർക്ക് പകരം സീനിയർ ക്യാമറാമാൻ എന്ന് മാറ്റി എഴുതിയ
അത്രത്തോളം ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, വൺ മാൻ ഷോ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ തനിച്ച് ലോകം കാണാനും പ്രവർത്തിക്കുവാനും ഒക്കെ ചങ്കൂറ്റം കാണിച്ച, അത് സ്വപ്നം കണ്ട ഒരു മനുഷ്യൻ. പ്രതിസന്ധികൾ നിറഞ്ഞ യാത്രകളിലൂടെ കടന്നു വന്ന ഇദ്ദേഹം, മനുഷ്യന്റെ ജീവിതം നൈമിഷികമാണ്, നമ്മളൊക്കെ മോർട്ടൽസ് ആണ്, നമ്മുടെയൊക്കെ ജീവിതം ട്രാൻസിയന്റ് ആണ് എന്ന ബോധം ഉള്ള ആളുകളാണ് മനുഷ്യരൊക്കെ തന്നെ. ഓരോ യാത്ര പോകുമ്പോഴും താൻ ഇനി തിരിച്ചു വന്നില്ലെങ്കിൽ തന്റെ പ്രസ്ഥാനം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മേശപ്പുറത്ത് കടലാസിൽ എഴുതി വെക്കുന്ന മനുഷ്യൻ. ടെലിവിഷനിലൂടെ അല്ലാതെ അദ്ദേഹത്തെ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുന്ന DC ബുക്സിന്റെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ KLF-ന്റെ 2 എഡിഷനിൽ വളരെ അടുത്ത് കാണാൻ അതിന്റെ ഗസ്റ്റ് റിലേഷൻ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തെ സ്വീകരിക്കാനും അദ്ദേഹത്തോടൊപ്പമുള്ള പടം ലോകം കാണാനുള്ള അവസരം ഒരുപാട് കിട്ടാത്ത ഒരാളെന്ന നിലയ്ക്ക്, ആകെ UAE മാത്രമാണ് ഞാൻ വ്യക്തിപരമായി സന്ദർശിച്ചത്, എന്നാൽ അതിലുപരി നമ്മളൊക്കെ സ്വപ്നം കാണുന്ന നാട് മുഴുവൻ കണ്ട ഈ മനുഷ്യനോടൊപ്പമുള്ള പടം ഞാൻ ഇന്ന് വളരെ അമൂല്യമായി സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഏറ്റവും അധികം അനുഭവങ്ങൾ, നമ്മളൊക്കെ ഒരു യാത്ര, കൊച്ചു യാത്ര പോയാൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന്റെ യാത്രാ വിവരണം എഴുതിയാൽ ഒടുങ്ങാത്ത ഒന്നാണ്. കുന്നോളം ഓർമ്മകളുമായി നടക്കുന്ന മനുഷ്യൻ. യാത്ര മനുഷ്യനെ എപ്പോഴും നവീകരിക്കുന്ന ഒന്നാണ്. അത്തരത്തിൽ ഈ കൂട്ടത്തിൽ ഏറ്റവും അധികം ജീവിതാനുഭവമുള്ള ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര, അദ്ദേഹത്തെ വളരെ ആദരവോടെ സ്നേഹത്തോടെ യെസ് ഇന്ത്യയുടെ യങ് എബിലിയൻ സ്റ്റുഡൻസ് ഇന്ത്യയുടെ ലീഡർഷിപ്പ് ഇന്ത്യ പ്രോജക്റ്റിന്റെ ഭാഗമായി നടത്തുന്ന ജ്വാല വെബിനാർ സീരീസിലേക്ക് യെസ് ഇന്ത്യക്ക് വേണ്ടി മുഴുവൻ വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടിയും എന്നോടൊപ്പമുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ കേൾക്കാനാണ് നാം ഇവിടെ ഇരിക്കുന്നത്. ഈ പ്രതിസന്ധി കാലത്ത്, ഈ കൊറോണ, ഈ പാൻഡമിക് കാലത്ത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ റുട്ടീൻ എങ്ങനെ പോകുന്നു, അദ്ദേഹത്തിന്റെ യാത്രകളെ കുറിച്ചുള്ള വിശേഷങ്ങളും അറിയാൻ നാം ആഗ്രഹിക്കുന്നു. വെൽക്കം സന്തോഷ് സർ. ഇനി എന്റെ സമയമാണ് എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, റൈറ്റ്. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? യെസ് സർ, ഓഡിബിൾ ആണ്. ഓക്കെ. ഇന്നത്തെ ഈ ജ്വാല സെമിനാറിന്റെ സംഘാടകർക്കും ഈ സെമിനാറിൽ പങ്കെടുത്ത് എന്നെ കേൾക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുമെല്ലാം എൻ്റെ അഭിവാദ്യങ്ങൾ. ഞാൻ 7 മണിക്ക് മറ്റൊരു പരിപാടി ഉള്ളത് കൊണ്ട് 7 മണിക്ക് തീർക്കത്തക്കതുപോലെ നമുക്ക് എൻ്റെ സെഷൻ അവസാനിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഇന്നും നാളെയും സംപ്രേഷണം ചെയ്യാനുള്ള സഫാരിയിലെ പരിപാടികൾ ഏതാണ്ടെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അതിൻ്റെ പ്രിവ്യൂകൾ മാത്രമല്ല, അതിലുള്ള തിരുത്തലുകൾ, അതിലുള്ള നിരവധിയായ സ്ക്രിപ്റ്റിലും വോയിസ് ഓവറിലും ഗ്രാഫിക്സിലും ഒക്കെ വരുത്തേണ്ട ചില പരിഷ്കാരങ്ങൾ, മാറ്റങ്ങൾ, ഇതെല്ലാം അവസാന ഘട്ടത്തിൽ കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തി അതിൻ്റെ അപ്രൂവൽ ഷീറ്റുകളെല്ലാം ഒപ്പിട്ട് നൽകിയതിന് ശേഷമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഇത് പറയാൻ കാര്യം, അതിലെ ഏറ്റവും അവസാനം ഞാൻ ജോലി തീർത്തത് ഇന്ന് രാത്രി സംപ്രേഷണം ചെയ്യാനുള്ള സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ എന്ന എൻ്റെ പ്രതിവാര പരിപാടിയുടെ മിനുക്ക് പണികളാണ്. അത് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം, ഞാൻ പറയുന്ന ഒരു പരിപാടിയാണ്. ഒപ്പം എൻ്റെ അനുഭവങ്ങളിൽ ദൃശ്യങ്ങൾ ഉള്ള ഭാഗങ്ങൾ അത് ചേർക്കേണ്ടതുണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ കുറച്ച് ജോലികളുണ്ട് അതിന്. അതൊക്കെ തീർത്ത് വച്ചപ്പോൾ അതിൽ മറ്റു ചില തിരുത്തലുകൾ കൂടി, ചില പരിഷ്കാരങ്ങൾ കൂടി വരുത്തേണ്ടതുണ്ട് എന്ന് തോന്നി. അതെല്ലാം തീർത്തിട്ട് വേണം ഇത് ടെലികാസ്റ്റിന് തയ്യാറാക്കാൻ. അപ്പൊ ഇന്ന് ആകസ്മികമായി ഇന്നത്തെ സഞ്ചാരിയുടെ ഡയറി കുറിപ്പിൽ
ഞാൻ കുറച്ചു സമയം പറയാൻ ഉദ്ദേശിച്ചതും വിവരിച്ചതുമായ കാര്യം നിങ്ങളോടും പറയാൻ പറ്റുന്ന ഒരു വിഷയമാണ് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ യൂറോപ്പിലൂടെ നടത്തിയ എൻ്റെ ആദ്യത്തെ യാത്രയുടെ കഥയാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞു വന്നിരുന്നത്. അതിനു മുമ്പ് ഞാൻ നേപ്പാളിലേക്ക് ഒരു യാത്രയാണ് ആദ്യം നടത്തിയത്. പിന്നീട് മാൽദീവ്സിലേക്ക് പോയി. അതിനുശേഷം സിംഗപ്പൂരും മലേഷ്യയും സിംഗപ്പൂരും തായ്ലൻഡും ഒക്കെ സന്ദർശിച്ചു. ഈ നേപ്പാളിലേക്കും മാൽദീവ്സിലേക്കും ഒക്കെ അന്ന് യാത്ര ചെയ്യാൻ കാരണം എനിക്ക് വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് ശീലം ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് പോവുക അത് ഒന്നും അറിയില്ല. അപ്പോ വിസയൊന്നും വേണ്ടാത്ത, റേഷൻ കാർഡ് കൊണ്ട് വേണമെങ്കിൽ പോലും പോകാവുന്ന ഒരു രാജ്യമാണ് നേപ്പാൾ. മാത്രമല്ല, ഒരു 6500 രൂപ അന്നുണ്ടെങ്കിൽ എനിക്ക് യാത്ര ചെയ്യാമെന്ന ഒരു പരസ്യം കണ്ടിട്ടാണ് ഞാൻ നേപ്പാൾ യാത്രയ്ക്ക് പുറപ്പെടുന്നത്. അപ്പോൾ 6500 രൂപയുമായി ഞാൻ നേപ്പാളിലേക്ക് യാത്ര ചെയ്തു. ഒരു 1500 രൂപ കൂടുതൽ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഭക്ഷണ കാര്യങ്ങളും ഒക്കെ നടന്നു. പിന്നീട് ആണ് ഞാൻ മാൽദീവ്സിലേക്ക് പോകുന്നത്. മാൽദീവ്സിലേക്ക് പോകാനും അന്ന് ഏതാണ്ട് ഒരു 10000 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അക്കാലത്ത് എൻ്റെ വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത്, ഈ യാത്രയ്ക്ക് വേണ്ട പണമൊക്കെ കണ്ടെത്തിക്കൊണ്ടിരുന്നതില് ഒരു പ്രധാന വരുമാന സ്രോതസ് കോളേജ് മാഗസിനുകളുടെ അച്ചടി ചെയ്തു കൊടുക്കുന്ന ജോലിയായിരുന്നു എൻ്റേത്. അന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം എൻ്റെ ബാല്യം അല്ലെങ്കിൽ എൻ്റെ കൗമാരവും ഒക്കെ എൻ്റെ പിതാവ് ആരംഭിച്ചിരുന്ന ഒരു ചെറിയ പ്രസ്, അതിൻ്റെ എല്ലാ ജോലികളിലും മുഴുകാൻ എനിക്ക് അവസരം അദ്ദേഹം തന്നിരുന്നത് കൊണ്ടും ജോലി ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിരുന്നത് കൊണ്ടും എനിക്കൊരു പ്രസ്സിലെ എല്ലാ ജോലിയും അറിയാമായിരുന്നു. ഹാൻഡ് കമ്പോസിങ് മുതൽ ബൈൻഡിങ്ങും ബാക്കി എല്ലാ ജോലിയും. അപ്പൊ അതുകൊണ്ട് തന്നെ കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ പ്രിന്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ബോധമുള്ള ആ കോളേജിലെ ഏക വ്യക്തി ഞാനാണ്. അപ്പൊ കോളേജ് മാഗസിന് ഞാൻ പഠിച്ച ദേവമാതാ കോളേജിൽ മാത്രമല്ല, ഈ പരിസരത്തെ പല കോളേജുകളിലും, ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജ് മുതൽ CMS കോളേജ് കോട്ടയവും അൽഫോൻസ കോളേജ് പാലായും, അങ്ങനെ നിരവധി കോളേജുകളിൽ പല വർഷങ്ങളോളം ഞാനായിരുന്നു കോളേജ് മാഗസിൻ പ്രിന്റ് ചെയ്ത് കൊടുത്തിരുന്നത്. പലപ്പോഴും അത് ഞങ്ങളുടെ സ്വന്തം പ്രസ് അച്ചടിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ശിവകാശിയിൽ പ്രിന്റ് ചെയ്ത് കിട്ടും എന്നുള്ളത് കൊണ്ട് ഞാൻ ശിവകാശിയിലേക്ക് പോകുമായിരുന്നു. ലേബർ ഇന്ത്യക്ക് കവർ പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്ന് തന്നിരുന്ന ഒരു ജോർജ് ചേട്ടനുണ്ട്. ഈ ജോർജ് ചേട്ടനൊപ്പം ഞാനും യാത്ര ചെയ്യും ശിവകാശിക്ക്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്തെന്ന് ചോദിച്ചാൽ, ഇത്തരം എൻ്റെ ടെലിവിഷൻ പ്രവർത്തനങ്ങളാവട്ടെ, യാത്രകളാവട്ടെ, ഏത് കാര്യത്തിനും വീട്ടിൽ നിന്ന് പണമൊന്നും അനുവദിക്കില്ലായിരുന്നു. പിതാവ് എന്നോട് ആവശ്യപ്പെട്ടിരുന്ന കാര്യം, നിനക്ക് ഏത് ജോലിക്കും പോവാം, നിനക്ക് എന്ത് കാര്യത്തിനും പോവാം, പക്ഷേ അതിനുള്ള പണം നീ തന്നെ കണ്ടെത്തിക്കോണം. നിന്നെ കുറെ ജോലികളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഉണ്ടാക്കാമെങ്കിൽ ഉണ്ടാക്കിക്കോളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ശിവകാശിയിൽ പോയി പ്രിന്റിങ് വർക്ക് തീർക്കുന്നതിനൊന്നും ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ പിതാവും മാതാവും ഒക്കെ കൂടുതൽ ഉദ്ദേശിച്ചിരുന്നതും ആഗ്രഹിച്ചിരുന്നതും ചിലപ്പോൾ ഞാനൊരു നല്ല ഉദ്യോഗസ്ഥനാവുന്നതിനോ അല്ലെങ്കിൽ എൻ്റെ പിതാവിൻ്റെ ഒരു സഹായിയായി അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടുന്നതൊക്കെ ആയിരിക്കാം. പക്ഷെ ടെലിവിഷനിലേക്ക് കടക്കുമ്പോൾ നേരത്തെ ഒരു ആശങ്ക അവർക്കുണ്ടായിരുന്നെങ്കിലും ഞാൻ ഈ സ്വയം ജോലി ചെയ്ത് പണം ഉണ്ടാക്കി ഇത്തരം കാര്യങ്ങളിൽ മുഴുകുന്നത് കൊണ്ട് അവർക്കൊരു പ്രതിഷേധം അക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, അവരതിനെ അനുവദിച്ചിരുന്നു. മാത്രമല്ല, ഞാന് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ലേബർ ഇന്ത്യയുടെ മാസികയുടെ കവർ ശിവകാശിയിൽ അടിക്കുന്നത് ഞാൻ പറഞ്ഞു. അപ്പൊ അക്കാലത്തൊക്കെ മാസിക ബൈൻഡ് ചെയ്ത് വരുമ്പോഴേക്കും കവർ അടിച്ചു വരണം. കവർ 4 കളറിലാണ്, മൾട്ടി കളർ കവറാണ്. 80കളുടെ അവസാനം തുടങ്ങിയ ലേബർ ഇന്ത്യ 90കളിലൊക്കെ ആയപ്പോഴത്തേക്ക് മൾട്ടി കളർ കവറുകളിലാണ്. അപ്പൊ ഈ മൾട്ടി കളർ കവർ കുറച്ച് കൂടുതൽ അടിക്കും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവസാന നിമിഷം തികയാതെ വന്നാൽ ശിവകാശി പോയി വേണം കൊണ്ടുവരാൻ, അത് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് കുറച്ച് കൂടുതൽ അടിക്കും എപ്പോഴും. ബൈൻഡിങ് കഴിഞ്ഞ് ഒക്കെ വരുമ്പോഴേക്കും അകത്തെ ഭാഗം, ഇന്നർ പേജസ് ചിലപ്പോൾ കുറവായിരിക്കും. അപ്പൊ കവർ കുറെ മിച്ചം വരും. എപ്പോഴും 500 1000 ഒക്കെ എണ്ണം മിച്ചം വരും. അത് മൾട്ടി കളറിലുള്ളതാണ്. അപ്പൊ ഈ കവർ ഡിസൈൻ ചെയ്യുന്നിടത്തും എൻ്റെ ഇൻവോൾവ്മെന്റ് ഉള്ളത് കൊണ്ട് ഞാൻ വളരെ തന്ത്രപൂർവമായി
ഇന്നും പിതാവിന് അതിനെ ആ തന്ത്രങ്ങളൊന്നും അറിയില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് എപ്പോഴെങ്കിലും കേട്ടെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാവും. ഞാൻ എന്ത് ചെയ്യും, ഈ പടങ്ങളുടെ ഉദാഹരണത്തിന് ഒരു കഥകളി തലയാണ് ഒരു കവറെങ്കിൽ ലേബർ ഇന്ത്യ എന്ന പേര് ഏറ്റവും മുകളിൽ വെച്ച്, അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. അതിനെ നടുക്ക് അകത്തെ പേജുകളിലുള്ള മാറ്ററിനെ കുറിച്ചുള്ള ഹൈലൈറ്റ്സ് ഒന്നും നടുക്ക് കൊടുക്കില്ല, അത് ഏറ്റവും താഴെ കൊടുക്കൂ. ഇതിന് എനിക്കൊരു ഗൂഢമായ ഉദ്ദേശമുണ്ട്. അത് എവിടെയെങ്കിലും കൊടുത്താൽ മതി, പക്ഷെ ലേഔട്ട് ചെയ്യുമ്പോൾ ഞാനത് ഏറ്റവും പേജിന്റെ താഴെ പലപ്പോഴും കൊടുക്കും. ഈ മിച്ചം വരുന്ന കവറുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിന്റെ മുകളിലെ ലേബർ ഇന്ത്യ എന്ന ഭാഗവും ഏറ്റവും താഴെയുള്ള ഇന്നർ ഉള്ളിലെ കണ്ടന്റിനെ കുറിച്ച് പറയുന്ന ഭാഗവും ഞാൻ മുറിച്ച് മാറ്റും. കട്ടിംഗ് മെഷീനിൽ കൊണ്ടുപോയി മുറിച്ച് മാറ്റി കഴിയുമ്പോൾ ലേബർ ഇന്ത്യയെന്നോ മറ്റു വിശേഷണങ്ങളോ ഒന്നുമില്ലാത്ത ഒരു നല്ല മൾട്ടി കളർ പ്രിന്റ് ചെയ്ത് ഒരു കഥകളി തലയുടെ 1000 കണക്കിന് കോപ്പികളാണ് ഈ മിച്ചം വന്നതെല്ലാം കിട്ടുക. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പല ടെക്സ്റ്റൈൽ ഷോപ്പുകൾക്ക്, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളായി കോളേജിൽ പഠിച്ചിരുന്ന, ഇന്ന് അദ്ദേഹം ഒരു പഞ്ചായത്ത് സെക്രട്ടറിയാണ്, രാജേഷ് എന്ന് പറയും. ഈ രാജേഷ് അന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ട്. അതുപോലെ പലരും, രാജേഷിന്റെ സഹോദരൻ ഒരു SFI നേതാവായിരുന്നു, എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞാനും ഇവരുടെയൊക്കെ സുഹൃത്തായി ഇങ്ങനെ എല്ലാത്തരം പ്രവർത്തനങ്ങളും മുഴുവൻ. അപ്പൊ ഇവർക്ക് വേണ്ടി നോട്ടീസ് ഞാൻ പ്രിന്റ് ചെയ്ത് കൊടുക്കുക, മൾട്ടി കളർ. കോളേജിൽ അക്കാലത്ത് മൾട്ടി കളറിൽ പോസ്റ്റർ അടിക്കാൻ കഴിയുന്ന ആരുമില്ല. ഞാൻ ഈ മിച്ചം വന്നിരിക്കുന്ന ഈ കഥകളി തല, അതിന്റെ മുകളിൽ ലേബറിന്റെ കട്ട് ചെയ്ത് കളഞ്ഞു, താഴത്തെ അകത്തെ പാഠങ്ങളെ കുറിച്ചുള്ള ഭാഗവും കട്ട് ചെയ്ത് കഴിഞ്ഞ് ഉള്ള മിച്ചമുള്ള സ്ഥലത്ത് ബ്ലാക്ക് ഇങ്ക് കൊണ്ട് വീണ്ടും അതിന്റെ മേലെ ഒരു പ്രിന്റിംഗ് കൂടെ നടത്തുന്നു. ഞങ്ങളുടെ സാധാരണ പ്രസ്സിൽ അത് പ്രിന്റ് ചെയ്യാം, അതിന്മേൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്ലാക്കിൽ പ്രിന്റ് ചെയ്യും, രാജേഷ് ടി വർഗീസിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. അപ്പൊ ഈ സംഭവം അത് പ്രിന്റ് ചെയ്ത് കഴിയുമ്പം ഇദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായി മൾട്ടി കളറിൽ അടിച്ച ഒരു നോട്ടീസാണെന്ന് ആളുകൾക്ക് കണ്ടാൽ തോന്നും. അതുപോലെ തന്നെ ചില ടെക്സ്റ്റൈൽസുകൾക്ക് എന്താണ്, രാഗം ടെക്സ്റ്റൈൽസ് കുറവലങ്ങാട്, മരങ്ങാട്ടുപള്ളി എന്നൊക്കെ ഇതിന്റെ പുറത്ത് പ്രിന്റ് ചെയ്യും. ഇത് അവർക്ക് കൊടുക്കും. അവർക്ക് ഇതിനൊരു 20 പൈസ മുടക്കിയാൽ പോലും നഷ്ടമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ, അതുപോലെ തന്നെ ലെറ്റർ ഹെഡുകൾ, എനിക്ക് ആളുകളുടെ കമ്പോസ് ചെയ്യാൻ അറിയാമായിരുന്നതുകൊണ്ട് ഈ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടി ലെറ്റർ ഹെഡുകൾ കമ്പോസ് ചെയ്ത് ഞാൻ പ്രിന്റ് ചെയ്ത് കൊണ്ടേ കൊടുക്കും, അതിൽ നിന്നുള്ള വരുമാനം. അപ്പൊ ഇങ്ങനെ എന്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്കുള്ള വരുമാനം അങ്ങനെയൊക്കെ ഞാൻ രസകരമായ ബിസിനസ്സുകളിലൂടെ സമ്പാദിച്ചിരുന്നു. ഇത് മുഴുവൻ ചെലവായി പോയത് എവിടെയാണെന്ന് ചോദിച്ചാൽ, ചെറിയ സ്റ്റിൽ ക്യാമറകൾ വാങ്ങുന്നതിന്, അതുപോലെ തന്നെ ഈ പറഞ്ഞ യാത്രകൾ ആരംഭിക്കുന്നതിന്, പിന്നീട് സഞ്ചാരത്തിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് ഒക്കെയാണ് പ്രയോജനപ്പെട്ടത്. ഞാൻ ഇപ്പൊ ഇത് പറയാൻ കാര്യം, എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥികളിൽ ഇപ്പോഴും എനിക്കറിയാം വലിയൊരു ശതമാനം വിദ്യാർത്ഥികൾക്കും സ്വന്തമായി അധ്വാനിച്ച് സ്വന്തമായി നേടിയ പണം കൊണ്ട് വിദ്യാഭ്യാസം നടത്തുന്നതിനോ ഒരു കരിയറിലേക്ക് ആരംഭിക്കുന്നതിനോ പലപ്പോഴും അവസരം കിട്ടാറില്ല. അതിന്റെ കാരണം കുട്ടികൾക്ക് അതിന് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാവണമെന്നില്ല. കുടുംബത്തിലെ മാതാപിതാക്കളുടെ ചിന്തകളും ആശയങ്ങളും വ്യത്യസ്തമായത് കൊണ്ടാവാം. എത്ര വ്യത്യസ്തമായ ആശയം മാതാപിതാക്കൾക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു പാഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏത് മേഖലയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തീർച്ചയായും നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും. അപ്പൊ പാഷനേറ്റ് ആയ ഒരു വികാരം നിങ്ങളെ ഭരിക്കുന്നില്ല എന്നും വേണമെങ്കിൽ അതിനൊരർത്ഥം നമുക്ക് കാണാം. നമുക്കറിയാം, എന്നത്തെ കാലത്തും ഒരു കുട്ടി മുതിർന്ന ഒരു യുവാവായ ഒരാളാണെങ്കിൽ, യുവതിയായ ഒരാളാണെങ്കിൽ, നമുക്കറിയാം വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചാൽ, ഒരാളെ അഗാധമായി പ്രണയിച്ചാൽ പലപ്പോഴും മാതാപിതാക്കളെ ധിക്കരിച്ച് ഒളിച്ചോടി പോയി ചെയ്യും. അപ്പോ അത് പാഷന്റെ അങ്ങേറ്റമാണ് ഈ പ്രണയം എന്ന് പറയുന്നത്. നിങ്ങളുടെ തൊഴിലിനോട് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പ്രൊഫഷനോട് നിങ്ങൾക്ക് അതേ തീവ്രതയുള്ള ഒരു വികാരം ഉണ്ടാകാറുണ്ടോ? അത് നിങ്ങൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ സഞ്ചാരിയുടെ ഡയൽ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞ വിഷയത്തിൽ ദീർഘമായി പറഞ്ഞതല്ല, വളരെ കുറച്ചായി പറഞ്ഞിട്ടുള്ളൂവെങ്കിലും അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഇതാണ്. ഈ പാഷന് ആണ് ടെലിവിഷൻ എന്ന് പറഞ്ഞ നിരവധി കുട്ടികൾ എന്നെ കാണാൻ വരാറുണ്ട്. വളരെയധികം ചെറുപ്പക്കാര് ജോലി അപേക്ഷിച്ച് ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ നിരവധി പേര് സഫാരിയുടെ കമന്റ് ബോക്സിൽ പോലും ഇടുന്ന കമന്റുകളിൽ വലിയൊരു ശതമാനം എനിക്കൊരു ജോലി തരുമോ എന്നാണ്. അത് ടെലിവിഷനോടുള്ള പാഷൻ കൊണ്ടാണോ എന്നെനിക്ക് സംശയമുണ്ട്. ടെലിവിഷനോടുള്ള പാഷൻ കൊണ്ടാണെങ്കിൽ എന്നെ പരിചയപ്പെടുത്തിയ ആളുടെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ദീർഘകാലം, ഞാനതൊരു വലിയ കേമമായിട്ട് പറയുന്നതോ മറ്റാരെങ്കിലും എന്നെ
ദുരുപയോഗിച്ചു അല്ലെങ്കിൽ ചൂഷണം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. ദീർഘകാലം പ്രതിഫലം ഒന്നും വാങ്ങാതെ തന്നെ ഞാൻ സഞ്ചാരം നിർമ്മിച്ചിരുന്നു. ഇങ്ങനെ ലഭിച്ച വരുമാനം കൊണ്ടും കടം വാങ്ങിയ പണം കൊണ്ടും ഒക്കെ ഞാൻ ഏകദേശം 12 വർഷം സഞ്ചാരം പ്രതിഫലം വാങ്ങാതെ ഞാൻ നിർമ്മിച്ച് സംപ്രേഷണം ചെയ്തു. കേരളത്തിലെ ആളുകൾ എന്നെ അറിയാൻ തുടങ്ങിയത് ആ കാലത്താണ്. അന്നും ആളുകൾ കരുതിയിരുന്നത് ഇയാൾ ഏഷ്യാനെറ്റില് അല്ലെങ്കിൽ ഒരു പ്രമുഖമായ ഒരു ചാനലിൽ ഒരു പരിപാടി നൽകുമ്പോൾ അതിന് നല്ല പ്രതിഫലം കിട്ടുന്നുണ്ടാവും എന്നാണ്. പക്ഷേ തുടങ്ങിയ കാലത്തുണ്ടാക്കിയ ഒരു എഗ്രിമെന്റ് ഒരു പ്രതിഫലവും തരില്ല എന്നായിരുന്നു. തരില്ല എന്ന് പറയാൻ കാര്യം അന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്ന ചാനല് ശൈശവദശയിലാണ്. അവിടെയും ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കാലമായിരുന്നു. അപ്പോ അവര് പറഞ്ഞു, നിങ്ങളുടെ ഈ പരിപാടി റിസ്കി ആയിട്ടുള്ള പരിപാടിയാണ്, ഇത് വിജയിക്കുമല്ലോ എന്ന് അറിയില്ല, അതുകൊണ്ട് ആ പ്രതിഫലം ഒന്നും ആവശ്യമില്ലെങ്കിൽ ഞങ്ങൾ ഇത് ഫ്രീ ആയിട്ട് സംപ്രേഷണം ചെയ്യാം. ഫ്രീ ആയിട്ട് സംപ്രേഷണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു ടെലിവിഷൻ ചാനലിലെ ഒരു പരിപാടി ഫ്രീ ആയിട്ട് സംപ്രേഷണം ചെയ്യണമെങ്കിൽ അവർക്ക് ലക്ഷക്കണക്കിന് രൂപ ചെലവുണ്ട്. സാറ്റലൈറ്റിന്റെ വാടക, ഡിസ്ട്രിബ്യൂഷന്റെ കോസ്റ്റ്, ജീവനക്കാരുടെ ശമ്പളം, ഇതെല്ലാം കൊടുത്താലേ നമ്മളുടെ ഒരു പരിപാടി അരമണിക്കൂർ സംപ്രേഷണം ചെയ്യാൻ കഴിയൂ. അപ്പൊ ഞാൻ കണക്ക് കൂട്ടിയത് അങ്ങനെയാണ്. എനിക്ക് വേണ്ടി ഏഷ്യാനെറ്റിന് ഇത്രയും വിപുലമായ സംവിധാനം അരമണിക്കൂർ മാറ്റിവെക്കുന്നതാണ് ഞാൻ കണ്ടത്. അതിലൂടെ ഏഷ്യാനെറ്റ് എനിക്കൊരു അവസരം തരികയാണ് സൗജന്യമായിട്ട്. അങ്ങനെയും കാണാമല്ലോ അതിനെ. ഏഷ്യാനെറ്റ് എന്നോട് സൗജന്യമായി പരിപാടി കൊടുക്കാൻ ആവശ്യപ്പെടുകയല്ല, ഏഷ്യാനെറ്റിന്റെ ഫെസിലിറ്റികൾ എനിക്ക് സൗജന്യമായി നൽകി എന്നും കരുതാമല്ലോ. ഞാൻ അങ്ങനെയാണ് കരുതിയത് അതിനെ. അങ്ങനെ കരുതി 12 വർഷം ഞാൻ സഞ്ചാരം കൊടുത്തതിന് ശേഷമാണ് ഞാൻ പിന്നീട് സഫാരി ആരംഭിക്കുന്നത്. ഈ 12 വർഷം കൊണ്ട് സഞ്ചാരം സ്വന്തം കാലിൽ നിൽക്കാവുന്ന സ്ഥിതിയിലേക്ക് എത്തി. ഏഷ്യാനെറ്റ് പ്രതിഫലം എനിക്ക് എന്തെങ്കിലും തന്നിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും സഞ്ചാരത്തിന്റെ ഒരു വരുമാന സാധ്യതയെ കുറിച്ച് ചിന്തിക്കുമായിരുന്നില്ല. സഞ്ചാരം പെൻഡ്രൈവുകളും DVD-കളും ഒക്കെയായി വിൽക്കുമായിരുന്നില്ല. ഇന്ന് എന്റെ സഞ്ചാരത്തിന്റെ മാർക്കറ്റിംഗ് ഹെഡ് ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അദ്ദേഹം എന്നെ കാണാൻ വന്നപ്പോ എനിക്കൊരു ആശ്ചര്യം തോന്നി. ഞാനിപ്പോ ഈ നമ്മുടെ സഫാരിയിലെ പരിപാടികളൊക്കെ പെൻഡ്രൈവ് ആയിട്ടും CD ആയിട്ടും DVD ആയിട്ടും ഡൗൺലോഡ് ആയിട്ടും ഒക്കെ വിൽക്കുന്നതിന്റെ പ്രൈസ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത് എനിക്കറിയാമെങ്കിലും ഇതിന്റെ ടോട്ടൽ ഇപ്പൊ സഫാരി ഇറക്കിയിരിക്കുന്ന എല്ലാ DVD-കളുടെയും അല്ലെങ്കിൽ പെൻഡ്രൈവുകളുടെയും ടോട്ടൽ പ്രൈസ് എത്ര വരും എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനത് കൂട്ടി നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതായത് സഞ്ചാരത്തിന്റെ 8-9 വോളിയം, ഹിസ്റ്ററിയുടെ കുറെ വോളിയങ്ങള്, ആനിമൽ കിങ്ഡത്തിന്റെ കുറെ ഏതാനും വോളിയങ്ങള്. അപ്പൊ ഏതോ ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് സഫാരി ഇറക്കിയിരിക്കുന്ന എല്ലാ CD-കളും DVD-കളുടെയും ഫുൾ വോളിയം വേണം എന്നാവശ്യപ്പെട്ടു. അപ്പൊ അതിന് എന്റെ അടുത്ത് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് വന്നതാണ്. അപ്പൊ ഇത് എത്രയാണെന്ന് കൂട്ടിയിട്ട് വിവരം പറയാൻ എനിക്ക് പരിചയമുള്ള ഒരു പട്ടാളക്കാരന്, ഒരു സീനിയർ ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അദ്ദേഹം ഇത് പറഞ്ഞത് കൊണ്ട് ഞാൻ എന്റെ മാനേജരോട് പറഞ്ഞു ഇതൊന്ന് എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കണം. അപ്പൊ അദ്ദേഹം കണക്ക് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടത്. സഞ്ചാരത്തിന്റെ എല്ലാ വോളിയും കൂടെ നിങ്ങൾ വാങ്ങണമെങ്കിൽ 1,00,000 രൂപ മുടക്കണം ഒരാള്. അതായത് ഇത്രയും കാലം ഈ 12 വർഷം ഞാൻ ഉണ്ടാക്കിയ സഞ്ചാരവും സഫാരിയിലെ പരിപാടികളും ഇതുവരെ ഇറങ്ങിയത് മുഴുവനും അല്ലെന്ന് ഓർക്കണം. ഒരു 25% ഇപ്പൊ പെൻഡ്രൈവ് ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ CD-യോ DVD-യോ ആയിട്ടുള്ളൂ. ആ 25% വില എന്ന് പറയുന്ന ഓരോ ആളും വാങ്ങുന്ന 1,00,000 രൂപ മുടക്കിയിട്ടാണ്. അപ്പോ എനിക്ക് തന്നെ അതിശയായി, ഇത്രയും വിലയുള്ള സാധനം ഉണ്ടോ എന്റെ CD-കൾ പുറത്തിറങ്ങുമ്പോൾ. അത്തരത്തിൽ ദിവസവും നിരവധി ആളുകൾ ഇത് വാങ്ങുന്നു. എത്രയോ ആളുകൾ, 20 ആളുകളാണ് ഇതിന്റെ മാർക്കറ്റിംഗ് ടെലികോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് പറയുമ്പോൾ എത്രയാണോ ഒരു ദിവസം വിൽക്കുന്നുണ്ടാവുന്ന ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോ എങ്ങനെയാണ് അത് അങ്ങനെ വളർന്നത്? നമ്മളുടെ ഒരു പാഷൻ. ഞാൻ ഒരിക്കലും പൈസയെക്കുറിച്ച് ബോധേഡായിരുന്നില്ല. ബോധേഡ് എന്ന് പറഞ്ഞാൽ പൈസയെക്കുറിച്ചുള്ള എല്ലാ ആശങ്കകളും എനിക്കുണ്ടായിരുന്നു, എല്ലാ പ്രതിസന്ധികളും എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനേറെ വിശ്വസിച്ചത് എന്റെ യാത്രകളെയാണ്. എന്നെങ്കിലും ഒരിക്കൽ എന്റെ ഈ യാത്രകളുടെ, എന്റെ കഠിനാധ്വാനത്തിന്റെ, വേർപ്പിന്റെ വില പ്രേക്ഷകർ മനസ്സിലാക്കും എന്ന് ഞാൻ കരുതി. ഞാൻ അന്നും ഇന്നും ഒരു പ്രതിഫലവും കിട്ടാത്തപ്പോഴും ഒരു വാക്കുപോലും തെറ്റാതിരിക്കാൻ കുറച്ച് പണിയെടുത്തു. ഞാൻ മാത്രമല്ല, എന്റെ സഹപ്രവർത്തകരും. ഇന്നും സഞ്ചാരത്തിന്റെ ആദ്യ എപ്പിസോഡ് മുതൽ അതിന് ശബ്ദം കൊടുക്കുന്നയാളും അതിന് സ്ക്രിപ്റ്റ് എഴുതുന്നയാളും എന്റെ കൂടെ ഇന്നും പ്രവർത്തിക്കുന്നു. അവരും അതേ വികാരത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോ 23 വർഷമായി. എന്റെ ആമുഖ പ്രസംഗം നടത്തിയ ഒരാൾ പറഞ്ഞു വളരെ കുറഞ്ഞ കാലം കൊണ്ട് പ്രശസ്തിയിലേക്ക് ഉയർന്നു എന്ന്. 23 വർഷം ഒരു മനുഷ്യൻ കഠിനാധ്വാനം ചെയ്ത് വളരെ കുറഞ്ഞ കാലമായിട്ടാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ യൗവനകാലം മുഴുവനാണ് ഞാൻ അതിനുവേണ്ടി കളഞ്ഞത്, ഹോമിച്ചത്. അതായത് ഞാനൊരു 24 വയസ്സിൽ ആരംഭിച്ചിട്ട് ഇപ്പൊ 48 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു.
അപ്പോ അത്രയും കാലം ഞാൻ ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടി പ്രതിഫലം ഒന്നും പ്രതീക്ഷിക്കാതെ ജോലി ചെയ്യുകയായിരുന്നു. ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ചുരുങ്ങിയ കാലം കൊണ്ടൊന്നും സന്തോഷ് ജോർജ് കുളങ്ങര എങ്ങും എത്തിയിട്ടില്ല. ഈ 12 വർഷം കഴിഞ്ഞും സഫാരി തുടങ്ങിയതിനു ശേഷവും എന്നെ അറിയാത്ത, ഇന്നും സഫാരി എന്തെന്ന് അറിയാത്ത നിരവധി ആളുകളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ആയി എന്നോ ഒന്നും അല്ല ഇതിന്റെ അർത്ഥം. എന്തെങ്കിലും നമുക്ക് പ്രതിഫലം കിട്ടും എന്നൊരു കാര്യത്തിന് വേണ്ടി, നിങ്ങൾക്ക് പാഷനേറ്റ് ആയ ഒരു പ്രൊഫഷന് വേണ്ടി ജോലി ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ എന്നതാണ് ചോദ്യം. അത്ര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായും കാലം ഒരു സമ്മാനം കരുതി വെക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന കുട്ടികൾ ട്രെയിനിങ്ങിനൊക്കെ വരുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട് ഇതേ ചോദ്യം. നിങ്ങൾക്ക് പാഷനേറ്റ് ആണ് എന്ന് നിങ്ങൾ പറയുന്നു, 1 മാസത്തെ ശമ്പളം മുടങ്ങിയാൽ നിങ്ങൾ തുടർന്ന് ജോലി ചെയ്യുമോ ഇവിടെ? അപ്പൊ അവർ പറയും, സാറേ ശമ്പളം ഇല്ലാതെ എങ്ങനെയാ? അപ്പൊ അതാണ് അതിന്റെ യഥാർത്ഥ കാരണം. ശമ്പളമാണ് നമ്മളുടെ പ്രധാന പ്രശ്നം. ശമ്പളം പ്രധാന പ്രശ്നമാകുന്ന ഒരു തൊഴിലിന് നമ്മളെങ്ങനെയാണ് പാഷൻ എന്ന് വിളിക്കുക? അതേത് തൊഴിലും പോലെ തന്നെയല്ലേ? ആത്മാർത്ഥതയോടെ ആ തൊഴിൽ ചെയ്യുന്നു എന്ന് കൂട്ടിയാൽ മതി. അപ്പൊ ശമ്പളം കിട്ടരുതെന്നോ ശമ്പളം കിട്ടിയാലേ വാങ്ങുന്നത് തെറ്റാണോന്നോ അല്ല എന്റെ അർത്ഥം. ശമ്പളം ഇല്ലെങ്കിലും ശമ്പളം അല്ല എന്റെ ഉദ്ദേശം എന്ന മട്ടിൽ ഒരാൾ ഒരു തൊഴിൽ ഉണ്ടെങ്കിൽ അതിനാണ് പാഷൻ എന്ന് പറയുന്നത്. നിങ്ങള് ലോക പ്രശസ്തരായ പല ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചും ചിന്തിച്ചു നോക്കൂ. മേരി ക്യൂറി, അവരുടെ ജീവിതവും ആരോഗ്യവും സർവ്വതും സമർപ്പിച്ചിട്ട് ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ അവരവരുടെ ഗവേഷണത്തിൽ മുഴുകി. അതുപോലെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന മിക്കവാറും എല്ലാ ടെക്നോളജിയുടെയും പിന്നിൽ അവര് പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ച് താൽക്കാലികമായ ലാഭം പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ ഇന്നുള്ള പല പ്രസ്ഥാനങ്ങളും പല ടെക്നോളജികളും മനുഷ്യന് കിട്ടുമായിരുന്നില്ല. ടെക്നോളജികളുടെയും വ്യവസായത്തിന്റെയും മേഖലയിൽ മാത്രമല്ല, നിങ്ങൾ നോക്കൂ, മദർ തെരേസ എന്നൊരു വ്യക്തി, അവര് എന്തെങ്കിലും ഒരു പ്രതിഫലം പ്രതീക്ഷിച്ച് ഒരു കാര്യം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമ്മളിവിടെ പരാമർശിക്കുന്ന നിലയിലേക്ക് അവർ വളരുമായിരുന്നില്ല. മഹാത്മാഗാന്ധി, അദ്ദേഹത്തിന് ശമ്പളമോ പ്രതിഫലമോ പ്രതീക്ഷിച്ചായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരുന്നതെങ്കിൽ അദ്ദേഹത്തെ ഇന്ന് നമ്മൾ രാഷ്ട്രപിതാവായി അംഗീകരിക്കുമായിരുന്നില്ല. ലോകത്തെ മാറ്റിമറിച്ച വ്യക്തികൾ, മാർട്ടിൻ ലൂതർ കിങ് മുതൽ എബ്രഹാം ലിങ്കൺ വരെയുള്ളവർ, അവരിന്ന് എന്തിന്റെ പേരിലാണോ അറിയപ്പെടുന്നത് ലോകത്തിൽ, അതൊന്നും പ്രതിഫലത്തിന് വേണ്ടി ചെയ്ത പണികളുടെ പേരിലായിരുന്നില്ല. പ്രതിഫലം അവരെ തേടി ചെന്നിട്ടുണ്ടാവാം, പക്ഷെ പ്രതിഫലമായിരുന്നില്ല അവരുടെ ലക്ഷ്യം. ഈ മട്ടിൽ ചിന്തിക്കാൻ, ഈ മട്ടിൽ പ്രയത്നിക്കാൻ, ഈ മട്ടിൽ ജീവിതത്തിന്റെ വീക്ഷണം മറ്റൊന്നാക്കി മാറ്റാൻ എന്നെ കേൾക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞാൽ തീർച്ചയായും പ്രതിഭകൾ, അത്ഭുത പ്രവർത്തകർ, സെലിബ്രിറ്റികൾ ഈ കൂട്ടത്തിൽ നിന്നുണ്ടാവും. അതല്ലെങ്കിൽ നമുക്കറിയാം, സെലിബ്രിറ്റി ആവുക എന്നത് ജീവിതത്തിന്റെ വലിയ ലക്ഷ്യമായിട്ട് നിങ്ങൾ കരുതേണ്ടതില്ല. അതിന് വളരെ എളുപ്പമാണ്. സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഈ ഫേസ്ബുക്കിൽ നഗ്നനായി ഒരു ലൈവ് പോസ്റ്റ് ഇട്ടാലും നിങ്ങൾ നാളെ രാവിലെ പ്രശസ്തനാവുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് ചരിത്രത്തിന്റെ ഭാഗമായി നിങ്ങളെ മാറ്റുമോ? അവിടെ ആളുകൾ നിങ്ങളെ, വരാനിരിക്കുന്ന തലമുറകൾ നിങ്ങളെ എങ്ങനെ ചിത്രീകരിക്കും എന്നതുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമുക്ക് പ്രശസ്തനാവാൻ, തിരിച്ചറിയുന്ന മുഖമുണ്ടാകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതാണ് ലക്ഷ്യമെങ്കിൽ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, സഞ്ചാരത്തിൽ അല്ലെങ്കിൽ ഒരു ഗവേഷണാത്മകമായ ഒരു കണ്ടന്റിന് പകരം കുറെ കൂടെ ലൈറ്റായ, കുറച്ചുകൂടെ ലളിതമായ, കുറച്ചുകൂടെ തമാശകൾ നിറഞ്ഞ പരിപാടികളാക്കി കൂടെ സഞ്ചാരം എന്ന്. ഞാനും പലപ്പോഴും എന്നോടും എൻ്റെ സുഹൃത്തുക്കളോടും ചോദിക്കാറുണ്ട്, നമുക്ക് സഞ്ചാരത്തെ ആ മട്ടിലേക്ക് മാറ്റേണ്ടതുണ്ടോ, മാറ്റണമോ? എനിക്ക് മാറ്റാൻ കേരളത്തിലെ സമൂഹം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ വലിയൊരു ശതമാനം ആളുകൾ ഇപ്പോഴും വലിയ കണ്ടന്റുള്ള, ഗൗരവത്തോടെ, ചരിത്രബോധത്തോടെ, ചരിത്ര പശ്ചാത്തലം വിവരിച്ചുകൊണ്ട് സഞ്ചാരം അവതരിപ്പിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നു. മാത്രവുമല്ല, ഞാൻ ഈ പറഞ്ഞ പെൻഡ്രൈവുകളും DVD-കളും ഒക്കെ ആളുകൾ വാങ്ങി അവരുടെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കണം എന്നവർക്ക് തോന്നുന്നത് അത് ഗൗരവമാർന്ന, വിലമതിക്കാനാവാത്ത ഒരു ഉൽപ്പന്നമാണ്, ഒരു മൾട്ടിമീഡിയ പ്രോഡക്റ്റ് ആണ് എന്ന തോന്നലിൽ നിന്നാണ്. എൻ്റെ തമാശകൾ, എൻ്റെ കോമാളിത്തരങ്ങൾ
പണം കൊടുത്ത് വാങ്ങി വീട്ടിൽ വെക്കേണ്ടതാണെന്ന് ചിലപ്പോൾ ആളുകൾക്ക് തോന്നിക്കൊള്ളണമെന്നില്ല. അപ്പോ നമ്മൾ വ്യത്യസ്തമായി നമ്മളുടെ ജീവിതത്തെ നോക്കിക്കാണുന്നതിന്, വലിയ പാഷനോട് കൂടി നമ്മളുടെ പ്രൊഫഷനെ തിരഞ്ഞെടുക്കുന്നതിന് ഒക്കെ ചിന്തിച്ചു തുടങ്ങേണ്ട ഒരു സമയമാണിത്. നിങ്ങൾ ഓരോരുത്തരും തീർച്ചയായും ഓരോ പ്രതിഭകളാണെന്ന് ആദ്യം തിരിച്ചറിയുക. ഒരു കഴിവുമില്ലാത്ത ഒരു വ്യക്തിയും ലോകത്ത് ചിലപ്പോൾ കണ്ടെന്നു വരില്ല. ഇത് ഞാൻ പറയാൻ കാര്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ്. ഞാനൊരു വലിയ ഒരു പ്രതിഭാശാലിയായ ഒരു വ്യക്തിയേ അല്ല. എൻ്റെ കുടുംബത്തിൽ തന്നെ ഏറ്റവും അന്തർമുഖനായ വ്യക്തികളിൽ ഒരാളാണ് ഞാൻ വളരെ അന്തർമുഖനാണ്. എനിക്ക് പ്രത്യേകിച്ച് വലിയ വൈദഗ്ധ്യങ്ങൾ ഒന്നുമില്ല. എൻ്റെ അമ്മ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തല്ലിയും വിരട്ടിയും പേടിപ്പിച്ചും ഒക്കെ ചില പ്രസംഗ മത്സരത്തിനും ഒക്കെ വിട്ടിരുന്നു. അതിലൊക്കെ പോയി അതേ അമ്മ കാണാതെ പഠിപ്പിച്ചു വിട്ട പ്രസംഗങ്ങൾ പറഞ്ഞ് ചില സമ്മാനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാവുക എന്നുള്ളതല്ലാതെ സ്വതന്ത്രമായി ഒരു പ്രസംഗം നടത്താനോ ആത്മവിശ്വാസത്തോടെ ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാനോ എന്തിനേറെ ഒരു ഓഫീസിൽ കയറി ചെന്ന് ആത്മവിശ്വാസത്തോടെ സംസാരിച്ച് സ്വന്തം കാര്യം നേടിയെടുക്കാനോ ഒന്നും അത്ര വലിയ കഴിവുള്ള ആളായിരുന്നില്ല ഞാൻ. ഇപ്പോഴും എൻ്റെ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന പല ഘട്ടത്തിലും ഒരു രാഷ്ട്രീയക്കാരനെ പോയി കണ്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിനൊക്കെ ഞാൻ വളരെ പിന്നോക്കം വലിയുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒന്ന് നിശ്ചയമുണ്ടായിരുന്നു, കഠിനാധ്വാനം നിരന്തരം ഒരു കാര്യത്തിൽ ശ്രമിച്ചാൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ വിജയിപ്പിക്കാൻ കഴിയുമെന്ന്. അപ്പൊ നിങ്ങളും ഒക്കെ അത്രയൊക്കെ കഴിവുകളുണ്ടെങ്കിൽ, ഒരു സാധാരണ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് മേഖലയും ആവട്ടെ, ഇപ്പൊ മാധ്യമ പ്രവർത്തനമാവാൻ ചിലർക്ക്, എഴുത്തിന്റെ മേഖലയായിരിക്കാം മറ്റു ചിലർക്ക്, കുക്കറിയുടെ മേഖലയായിരിക്കാം വേറെ ചിലർക്ക്, കരകൗശല വൈദഗ്ധ്യമായിരിക്കാം മറ്റു ചിലർക്ക്, കമ്പ്യൂട്ടർ നോളജ് ആയിരിക്കാം മറ്റു ചിലർക്ക്, ഇങ്ങനെ ഏതുമാവട്ടെ, ഏതു മേഖലയുമാവട്ടെ, അധ്യാപനത്തിലേക്കായിരിക്കാം മറ്റു ചിലരുടേത്. നമ്മൾ നമ്മുടേതായ ഒരു മേഖല കണ്ടെത്തുകയും ആ മേഖലയിൽ നമ്മൾ നല്ല ആത്മവിശ്വാസമുള്ള ഏറ്റവും മികച്ചതെന്ന് നമുക്ക് തോന്നുന്ന ഒരു മേഖലയിൽ നമ്മൾ ഉറച്ചങ്ങ് നിൽക്കുകയും ചെയ്യുക. അവിടെ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്നും അതിന്റെ ഏറ്റവും വളർച്ചാ സാധ്യതകൾ എന്തൊക്കെയാണെന്നും അതിനെ ഏറ്റവും വലിയ ഒരു വിജയമാക്കി മാറ്റുന്നതിന് ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിക്കണമെന്നും ഒക്കെ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തുക. തീർച്ചയായും സമൂഹത്തിന് മുഴുവൻ കണ്ടെത്താൻ കഴിയുന്ന, സമൂഹം മുഴുവൻ തെരഞ്ഞെടുക്കുന്ന ഒരു മേഖല, സമൂഹത്തിൽ ആരും തിരഞ്ഞെടുക്കുന്ന ഒരു മേഖല സ്വാഭാവികമായിട്ടും ഒരു കൂട്ടയോട്ടത്തിന്റെ സ്ഥലമായിരിക്കും. എന്തുകൊണ്ടാണ് എൻട്രൻസ് പരീക്ഷയ്ക്ക് ഇത്രയേറെ കുട്ടികൾ പരീക്ഷ എഴുതുന്നത്? എല്ലാ മാതാപിതാക്കളുടെയും മനസ്സിൽ ആദ്യം വരുന്ന എളുപ്പമുള്ള സ്വപ്നം ഡോക്ടർ ആവുക എന്നുള്ളതാണ്. അത് തന്നെയാണ് കാര്യം. എന്നാൽ ഇവിടുത്തെ ഒരു കുട്ടിയെയും ഒരു ആസ്ട്രോണറ്റ് ആകാൻ വേണ്ടി ആരും പരിശീലിപ്പിക്കാൻ കൊണ്ടുവന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു പേരന്റ് എന്റെ മകൻ ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞനാവണം എന്ന സ്വപ്നത്തിന് വേണ്ടി, അത് അല്ലെങ്കിൽ ഒരു ഈ ലോകമറിയുന്ന നല്ലൊരു പെയിന്റർ ആവണം, ഒരു ചിത്രകാരന്റെ ചിത്രത്തിന് ലോക മാർക്കറ്റിലെ വില എത്രയാണെന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു നിശ്ചയവും ഇല്ല. അതുകൊണ്ടാണല്ലോ ഒരു ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്ന പരിമിതമായ, അല്ലെങ്കിൽ കൂടിപ്പോയാല് ഒരു ആർട്ടിസ്റ്റ് ആവണം എന്നതിനപ്പുറം ഒരു ചിത്രകാരൻ, അല്ലെങ്കിൽ സ്പെസിഫിക് ആയി ഒരു ചിത്രകാരൻ, ഓയിൽ പെയിന്റിങ് നടത്തുന്ന ഒരു ചിത്രകാരനാവണമെന്ന് എത്ര മാതാപിതാക്കൾ കുട്ടികളെ കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട്? 10-30 വർഷം മുമ്പ് മരിച്ചു പോയ ക്ലിന്റ് എന്നൊരു പയ്യനെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിച്ച കഥ ഇന്നും ഓർക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം ഉണ്ടാവും. എന്റെയൊക്കെ ഏതാണ്ട് പ്രായത്തിൽ ഉണ്ടായിരുന്ന ഒരു പയ്യനാണ് ക്ലിന്റ്, കൊച്ചിയിലുണ്ടായിരുന്നു. അപ്പോ അത്തരത്തിൽ ഒരു ക്ലിന്റിന്റെ അന്ന് വരച്ച 6 വയസ്സിലും 7 വയസ്സിലൊക്കെ അദ്ദേഹം വരച്ച ചിത്രങ്ങൾ ഇന്നും പ്രശസ്തമാണ്, ഇന്നും അമൂല്യമാണ്, ഓർക്കണം. അപ്പോ കേരളത്തിലെ പോലും ജ്യോതിബാസു മുതല് റിയാസ് കോമു മുതല് നമ്മളുടെ പ്രശസ്തരായ എത്രയോ ബോസ് കൃഷ്ണമാചാരി മുതല് ഇവരൊക്കെ, അവരുടെയൊക്കെ പെയിന്റിങ്ങുകൾ വിറ്റുപോകുന്നത് ലോക മാർക്കറ്റിൽ ലക്ഷക്കണക്കിന് രൂപയ്ക്കാണ്. ഇത് നമ്മുടെ കുട്ടികൾക്ക് അറിയില്ലാത്ത ഒരു ലോകമാണ്. ചിത്രരചനയുടെ പുതിയ സങ്കേതങ്ങളിലേക്ക് കടന്നാൽ പോലും നിങ്ങൾക്ക് ലോകം ആദരിക്കുന്ന പ്രതിഭയായി മാറാം. ലോകം നിങ്ങൾക്ക് ക്യൂറേറ്റർമാർ നിങ്ങളുടെ പെയിന്റിങ്ങുകൾക്ക് വേണ്ടി ലേലം വിളിക്കുന്ന കാലം ഉണ്ടാവും. ഇത്തരത്തിൽ നമ്മുടേതായ ഒരു മേഖല കണ്ടെത്തുക, ആ മേഖലയിലെ 1ാം സ്ഥാനക്കാരനാവാൻ, ഏറ്റവും ആധികാരിക ശബ്ദമാകാൻ, ഏറ്റവും ആരാധിക്കപ്പെടുന്ന വ്യക്തിയായി മാറാൻ കഠിനമായി പ്രയത്നിക്കുക. ഒരു 15 വർഷം നന്നായിട്ട് പണിയെടുത്താൽ നിങ്ങൾ ലോകം അറിയുന്ന ഒരാളാവും. വേറൊരു രഹസ്യം കൂടി ഞാൻ പറയാം. നിങ്ങൾ
ഒരു മാസം കൊണ്ട് ഒരു സെലിബ്രിറ്റി ആയെന്നിരിക്കട്ടെ, നിങ്ങളുടെ സെലിബ്രിറ്റി അല്ലാതാവാനും ഏതാണ്ട് ഒരു മാസം മതി. നിങ്ങൾ 10 വർഷം കൊണ്ട് ഒരു സെലിബ്രിറ്റി ആയെന്നിരിക്കട്ടെ, പിന്നെ നിങ്ങൾ സെലിബ്രിറ്റി അല്ലാതാവാനും മിനിമം 10 വർഷമെങ്കിലും എടുക്കും. ഇതാണ് അതിന്റെ ഒരു കണക്ക്. ഓൾ ഓഫ് എ സഡൻ ഓവർനൈറ്റ് സൂപ്പർ സ്റ്റാർ ആവുന്ന പലർക്കും സംഭവിക്കുന്ന കുഴപ്പം പൊങ്ങുതടിയിൽ ചിത്രം കൊത്തുന്നത് പോലെയാണ്. അതിന് കാമ്പുണ്ടാവണമെന്നില്ല. നിങ്ങൾക്കറിയാം, റബ്ബർ മരം വളരെ വേഗം വളരും, പക്ഷെ റബ്ബർ മരം കൊണ്ട് ആരും ഒരു ഫർണിച്ചർ ഉണ്ടാക്കാറില്ല. തേക്ക് മരം വളരെ വർഷങ്ങളെടുത്തേ വളരൂ, പക്ഷെ തേക്ക് മരം കൊണ്ടുണ്ടാക്കുന്ന ഒരു കാതൽ കടലിൽ കൂടി നീങ്ങുന്ന കപ്പലിന് പോലും കരുത്തു പകരുന്നതാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞും ഇന്നും ദ്രവിക്കാതിരിക്കുന്ന തേക്കുരുപ്പിടികളുടെ പിന്നാലെയാണ് ആളുകൾ ആവശ്യക്കാരായുള്ളത്. അപ്പോ നല്ല തേക്കിന്റെ കാതലുള്ള ഉരുപ്പിടികളായി നിങ്ങളൊക്കെ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. നമ്മുടെ ഒരു ഇന്ററാക്ഷൻ ഉള്ള ഒരു കുറഞ്ഞ സമയമേ ഉള്ളൂ. അതിഥിക്ക് മറ്റൊരു പരിപാടി ഉണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഷദ ഈ ഇന്ററാക്ഷൻ സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടി ഷദയെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓവർ ടു യു ഷദ. സർ, ഹലോ. യെസ്, ഹലോ സർ, ഓഡിയബിൾ ആണോ? യെസ് യെസ് ഷദ. നമുക്ക് ചാറ്റ് ബോക്സിൽ ഇപ്പോ സാറോട് ഇന്ററാക്ഷൻ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. സാറ് വന്നിട്ടുണ്ട്. സാറിന്റെ ആദ്യ യാത്രയിൽ സാറിന്റെ അനിമൽ കിങ്ഡം ഷോട്ട്, അതിന്റെ ബിഹൈൻഡ് സീൻസ്, സാർ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് ഇതിൽ ചോദിച്ചിട്ടുണ്ട് തുടക്കത്തില്. ഹലോ. ആനിമൽ കിങ്ഡം ഞാൻ ഷൂട്ട് ചെയ്യുന്ന പരിപാടിയല്ല. അത് നമ്മൾ സിൻഡിക്കേറ്റുകളിൽ നിന്ന് വാങ്ങി അതിന്റെ വിഷ്വൽസ് നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങിയിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ അതിനെ പ്രോഗ്രാം ആക്കി മാറ്റുന്ന പരിപാടിയാണ്. അതായത് ആനിമൽ കിങ്ഡം പോലുള്ള പരിപാടികളുടെ ഫീച്ചർ സിൻഡിക്കേറ്റുകളുണ്ട്. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഇന്റർനാഷണൽ വീഡിയോ ആവശ്യമുള്ള ചാനലുകൾക്ക് അതൊക്കെ അത് കൊടുക്കുന്ന ഇന്റർനാഷണൽ ഏജൻസികൾ ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഫീച്ചർ സിൻഡിക്കേറ്റുകൾ എന്ന് പറയുന്നു. അപ്പൊ അവരോട് നമ്മൾ ആവശ്യപ്പെടണം, നമുക്ക് ഇത്ര ഇന്ന ആനിമലിന്റെ ഇന്ന വിഷ്വൽസ് ആവശ്യമുണ്ടെന്ന്. അപ്പൊ അതിന് ഒരു പേയ്മെന്റ് കൊടുത്തു കഴിയുമ്പോൾ അവരത് തരും. അങ്ങനെയാണ് ആനിമൽ കിങ്ഡത്തിലെ റയർ ഫുട്ടേജ് ഒക്കെ നമുക്ക് കിട്ടുന്നത്. പിന്നെ അപൂർവമായി ഞാൻ പോയപ്പോൾ കിട്ടിയ ഇത് വെച്ച് ചില യാത്രകളിലെ ആഫ്രിക്കൻ വിഷ്വൽസ് ഉപയോഗിച്ച് ചില സാധനങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ എങ്കിലും കൂടുതലും ആനിമൽ കിങ്ഡത്തിലേത് നമ്മൾ ഇത്തരത്തിൽ വാങ്ങുന്നതാണ്. ഇവിടെ കുറെ ആൾക്കാർ ഇത് വരുന്നുണ്ട്. ഒരാള് ചോദ്യമാണ്, respected sir, I am a PhD student in economics, IIT Palakkad, doing research on labor, and as a global tourist, how will you evaluate our tourist spots both in Kerala and India as disabled, inclusive? Could you please share about with your global experience? ഇന്ത്യയിലും കേരളത്തിലും ടൂറിസത്തിന് അനന്തമായ സാധ്യതകളുള്ള പ്രദേശങ്ങളുണ്ട്. പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏത് സ്ഥലവും ടൂറിസത്തിന് പറ്റുന്നതാണെന്ന് ഞാൻ പറയും. കാരണം ടൂറിസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസില് ഏറ്റവും പ്രധാനം ആർട്ട് ഫോംസ്, ആർക്കിടെക്ചറൽ നമ്മുടെ ഐഡന്റിറ്റി, ദെൻ ഫുഡ്, ദെൻ ലൈഫ് സ്റ്റൈൽ. ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു ടൂറിസം ഡെസ്റ്റിനേഷനെ ആകർഷകമാക്കുന്നത്. അത് വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ യൂറോപ്പിൽ നിന്ന് വരുന്ന ഒരാൾക്ക് അല്ലെ അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് അനുഭവപ്പെടാത്തതായിരിക്കും ഈ 4 മേഖലകളും. അവരുടെ പരിചയത്തിൽ ഇല്ലാത്ത ഈ 4 മേഖലകളെ കുറിച്ച് ആണ് അവർക്ക് ആസ്വദിക്കേണ്ടത്. ഇപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് ആഫ്രിക്കയിലേക്ക് പോയാൽ ആഫ്രിക്കയിലെ ഒരു ഗോത്ര ജീവിതം കാണാനും അവരോടൊപ്പം ജീവിക്കാനും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. അതിന്റെ കാരണം എന്താണ്? എല്ലാവരും താമസിക്കുന്ന തലം ഒരു 5 സ്റ്റാർ ഹോട്ടല് ആഫ്രിക്കയിലുണ്ടെങ്കിലും അമേരിക്കയിലുണ്ടെങ്കിലും എല്ലാം ഒരുപോലെ ആയിരിക്കും. ഹോട്ടലുകൾക്കെല്ലാം ഇന്റർനാഷണലി ഒരു സ്ട്രക്ചറാണ്. അതിന്റെ റിസപ്ഷൻ, ആ റിസപ്ഷനിലെ പ്രോസസ്സ്, ലിഫ്റ്റ്, റൂം, കോറിഡോർ, എല്ലാത്തിനും ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പൊ അത് ആഫ്രിക്കയിലായിരുന്നാലും അമേരിക്കയിലായാലും ഒരുപോലെയാണ്. അപ്പൊ പിന്നെ ഹോട്ടലിൽ താമസിക്കാൻ നല്ല മനുഷ്യൻ പോകുന്നത് ടൂറിസം എന്നതുകൊണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? അത് സ്വന്തം നാട്ടിലെ ഹോട്ടലിൽ താമസിച്ചാലും മതിയല്ലോ.
അപ്പൊ 5 സ്റ്റാർ ഹോട്ടൽ ലോകത്ത് എവിടെയാണല്ലോ ഒരുപോലെ. അപ്പൊ പിന്നെ അതല്ല ആളുകൾക്ക് ആവശ്യം. ആളുകൾക്ക് ആവശ്യം മനുഷ്യരുടെ ഒപ്പം ജീവിക്കുക, സംസ്കാരങ്ങളെ അടുത്തറിയുക, ജീവിതചര്യകളെ അടുത്തറിയുക എന്നുള്ളതാണ്. അപ്പൊ അത് ഇന്ത്യയിൽ എവിടെയാണ് ഇല്ലാത്തത്? പിന്നെ നമുക്ക് ഒരു കുഴപ്പമുള്ളത് ഇതേ ഉള്ളൂ, നമുക്കൊരു പ്രൊഫഷണലിസം ഇല്ലായ്മയുണ്ട്. നമ്മളുടെ ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ കാര്യങ്ങളെ പലതിനെയും വൃത്തിയായിട്ട് സംരക്ഷിക്കാൻ നമുക്കറിയില്ല. നാട്ടുകാർക്ക് ഈ അശേഷം ബോധമില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന സഞ്ചാരത്തിലെ ഗുജറാത്തിലൂടെയുള്ള ഒരു യാത്രയാണ്. മഹാത്മാഗാന്ധിയുടെ പോർബന്ദർ എന്ന് പറയുന്ന സ്ഥലത്ത്, മഹാത്മാഗാന്ധിയുടെ വീടിരിക്കുന്ന പോർബന്ദറിന് അതിന് പുറത്തുള്ള തെരുവ് പോലും എത്ര വൃത്തികേടായിട്ടാണ് കിടക്കുന്നതെന്ന് ഞാൻ സഞ്ചാരത്തിൽ പറയുന്നുണ്ട്. അത് വേണം, അത് യൂറോപ്പിൽ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ, ആ രാജ്യത്തിന്റെ ഒരു രാഷ്ട്രപിതാവിന്റെ വീടും പരിസരവും ആയിരുന്നെങ്കിൽ അതൊരു സ്വപ്നതുല്യമായ ഒരു സ്ഥലം. അത് ആഡംബരത്വം അല്ല ഞാനീ പറയുന്നത്. ആ ഗാന്ധി ജനിച്ച ആ കാലഘട്ടത്തെ പ്രതിനിധാനം ചെയ്യുന്ന മട്ടിലായിരിക്കും ആ നഗരവും ആ തെരുവുകളെല്ലാം സംരക്ഷിച്ചിട്ടുണ്ടാവുക. 200 കൊല്ലം മുമ്പത്തെ രീതി, അതേ മട്ടില് കല്ല് വിരിച്ച പാതകള്, കറണ്ട് കമ്പികളൊന്നും പുറത്ത് കാണാത്ത മട്ടിൽ കൺസീൽ ചെയ്ത്. നമ്മുടെ വീട് പുതുതരണം പണിതാൽ അതിനകത്തൂടെ തലങ്ങും വിലങ്ങും വയർ വലിച്ചിടാറില്ലല്ലോ. നമ്മൾ ഭിത്തിക്കകത്തൂടെ കൺസീൽ ചെയ്തല്ലേ വയർ വലിക്കുക. നഗരത്തിലും അങ്ങനെയല്ലേ വേണ്ടത്, ഈ ഹെറിറ്റേജ് സ്ഥലങ്ങളിലൊക്കെ. ഇത് കാണാതെ നമുക്ക് ലൈറ്റ് കൊടുത്തുകൂടെ? പൈപ്പ് ലൈൻ നമ്മൾ പുറത്ത് കണ്ടിട്ടല്ലല്ലോ വെള്ളം എല്ലായിടത്തും കിട്ടുന്നത്, അതും ഭിത്തിക്കകത്തുകൂടിയല്ലേ വരുന്നത്. അപ്പൊ നമ്മുടെ ഒരു വീടിനകം പോലും ഇന്ന് വൃത്തിയായിട്ട് അങ്ങനെ ചെയ്യാമെങ്കിൽ ഒരു നഗരം എന്തുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയാത്തത്? അതുപോലെ നമ്മുടെ വലിയ അത്ഭുതങ്ങൾ പലതും ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് രാജസ്ഥാനിലൊക്കെ ഉള്ള സ്റ്റെപ്പ് വെൽസ്, ഗംഭീര കലാരൂപങ്ങളാണ് ഈ സ്റ്റെപ്പ് വെല്ലുകൾ. അതുപോലെ കേരളത്തിലും അതുപോലെ തന്നെയുള്ള പഴയ കടവുകള്, തെരുവുകള്, നമ്മളുടെ കേരളീയമായ ഒരു സംസ്കാരം നൂറ്റാണ്ടുകളുടെ മുമ്പത്തെ. നിങ്ങൾ തിരുവനന്തപുരം സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ പട്ടണത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ആ നഗരത്തിൽ ഇന്നും നിങ്ങളെ ആകർഷിക്കുന്നത് ഒരു 100 കൊല്ലം മുമ്പ് പോണതാ ഒരു കെട്ടിടം ക്ലാസിക് രൂപത്തോടെ ഉണ്ടെങ്കിൽ അതായിരിക്കും. പുതിയ കാലത്ത് പണിത് ഒരു കെട്ടിടവും നിങ്ങൾക്ക് ആകർഷകമായിട്ട് തോന്നില്ല. പണിയുന്ന സമയത്ത് പണിത ആൾക്ക് മാത്രം ആകർഷകമായിട്ട് തോന്നിയിട്ടുണ്ടാവാം. കാശ് മുടക്കിയ ആൾക്ക് മാത്രമേ ആകർഷകമായിട്ട് അതൊക്കെ തോന്നാറുള്ളൂ. നാട്ടുകാർക്ക് ആകർഷകമായിട്ട് തോന്നുന്നത് പഴയ ഓടിട്ട തച്ച് ശാസ്ത്രപ്രകാരം പണിത മാളിക വീടുകൾ. അതുകൊണ്ടാണല്ലോ മോഹൻലാലിന്റെ പ്രഭു വേഷങ്ങളൊക്കെ വരിക്കാശ്ശേരി മനയിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനോടൊരു സ്നേഹം തോന്നുന്നത്. വരിക്കാശ്ശേരി മനയ്ക്ക് പകരം വെക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒറ്റപ്പാലത്തും ഒക്കെയുള്ള വീടുകളുടെ അത്തരത്തിലുള്ള പൗരാണിക സ്ട്രക്ചറിനോട് പകരം വെക്കാവുന്ന ഏത് സ്ട്രക്ചറാണ് ഇന്നുള്ളത്? അത് കേരളത്തിലേത് മാത്രമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച എന്നുള്ള അർത്ഥമല്ല, കേരളത്തിലുള്ള സ്ട്രക്ചറുകളിലാണത്. മറ്റെല്ലാ നാട്ടിലും ഉണ്ട് അതുപോലെ പ്രൗഢിയുള്ള സ്ട്രക്ചറുകൾ. നമ്മൾ കുറെ കൂടെ തുറന്ന മനസ്സോടെ ചിന്തിക്കണം. അതായത് ചിലത് ചിന്തിക്കുന്നത് കേരളത്തിലേതെല്ലാം മഹാമോശമാണെന്നും, മറ്റു ചിലർ ചിന്തിക്കുന്നത് കേരളത്തിലേത് മാത്രമാണ് ലോകത്തിലെ ഏറ്റവും മികച്ചതെന്നും. ഇത് രണ്ടും തെറ്റായ ചിന്തയാണ്. നമ്മളെക്കാൾ മികച്ച സംവിധാനങ്ങളും ടെക്നോളജിയും സൗന്ദര്യബോധത്തോടെ പണിതിരിക്കുന്ന വീടുകളും തെരുവുകളും അത്ഭുതങ്ങളും ഒക്കെ എല്ലാ രാജ്യത്തും ഉണ്ട്. എല്ലാ രാജ്യത്തും മനുഷ്യരുണ്ടായിരുന്നു, നമ്മളെക്കാൾ മിടുക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു, നല്ല ടെക്നീഷ്യന്മാർ അവിടെ ഉണ്ടായിരുന്നു. അവർ നല്ലതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനെയും അപ്രീഷിയേറ്റ് ചെയ്യണം. എന്നാൽ നമ്മുടേത് തീരെ മോശമെന്ന് പറഞ്ഞ് കരുതേണ്ടതുമില്ല. നമ്മളുടെ പൂർവികർ പണിത പല ക്ഷേത്രങ്ങളും, നമ്മളുടെ പല മാളികകളും, ഇപ്പം പത്മനാഭസ്വാമി ക്ഷേത്രമാവട്ടെ, മധുര മീനാക്ഷി ക്ഷേത്രമാവട്ടെ, തഞ്ചാവൂർ ക്ഷേത്രമാകട്ടെ, അതുപോലെ നിരവധി ക്ഷേത്രങ്ങള്, ദേവാലയങ്ങള് ഒക്കെ എത്രയോ മനോഹരങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ സംരക്ഷിച്ചു നിർത്തി വേണം മറ്റവരോട് മത്സരിക്കാൻ. അല്ലാതെ നശിപ്പിച്ചിട്ട് നമ്മൾ അവനേക്കാൾ കേവനാണെന്ന് പ്രഖ്യാപിക്കുന്നതിൽ എന്താണ് അർത്ഥം? ഇതാണ് നമ്മളുടെ ടൂറിസത്തിൽ കൊണ്ടുവരേണ്ട മാറ്റം. പിന്നീട് മുകളില് സാറോടുള്ള സ്നേഹം ശരിക്കും ഈ ചാറ്റ് ബോക്സിൽ നോക്കിയാൽ അറിയാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സാർ എങ്ങനെയാണ് സാറിന്റെ ഈ പാഷൻ യാത്രയാണ് എന്നുള്ളത് എപ്പോഴാണ് സാർ തിരിച്ചറിഞ്ഞത്? സാറ് അതുപോലെ വേറൊരു ചോദ്യം കൂടെ ഉണ്ട്, ഞാൻ ഉള്ളത് കുറച്ച് പ്രിസൈസ് ആയിട്ട് എടുത്ത് പറയാണ്. അതുപോലെ സാറ് ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് ഉള്ള സാർക്ക് തോന്നിയിട്ടുള്ള ഒരു നിമിഷം അതും ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം, നിങ്ങൾക്ക് പാഷനാണോ എന്നറിയാൻ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് നല്ലത്. പൈസ പ്രതിഫലം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആ ജോലി ചെയ്യുമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പാഷനാണ്. അത് തന്നെയുള്ള എന്റെ ലളിതമായ ഒരു ടെസ്റ്റ്. ഒരു പ്രതിഫലവും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ പണി ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തൊഴിലിനെ കുറിച്ച് തോന്നുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ പാഷൻ. എനിക്ക് അങ്ങനെ തോന്നി. ടെലിവിഷനിൽ ഒരു പ്രതിഫലവും കിട്ടിയില്ലെങ്കിലും പ്രതിഫലം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചപ്പോഴൊന്നും കിട്ടിയില്ല. അത് പറയാം, കിട്ടിയില്ലെങ്കിലും ഞാൻ പണിയെടുക്കും ഇതിനു വേണ്ടി എന്ന് എനിക്ക് തോന്നിയപ്പോ എനിക്ക് മനസ്സിലായി ഇതാണ് എന്റെ പാഷൻ. ഓക്കെ. പിന്നെ സാർ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, സാറെ സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പിൽ പറഞ്ഞിരുന്നു ആദ്യ യാത്ര കൊണ്ട് തന്നെ നിന്ന് പോകേണ്ടിരുന്ന സഞ്ചാരം
പിന്നീട് അങ്ങോട്ട് ഉത്തേജകമായ ആ പൈലറ്റിനെ കണ്ടെത്തിയോ എന്നുള്ളത് സാർ ആദ്യ യാത്രയിലുള്ള? അതെ, ഇല്ല, പൈലറ്റിനെ കണ്ടെത്തിയിട്ടില്ല. അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല എന്നാണ് എനിക്കിപ്പോ അവസാനം കിട്ടിയൊരു സൂചന. അതിന്റെ കൺഫേം ചെയ്തിട്ടില്ല, കാരണം ഇപ്പൊ യാത്ര ചെയ്യാൻ പറ്റുന്ന സമയമല്ലല്ലോ. ഞാൻ ചിലപ്പോൾ നേപ്പാളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരും. അദ്ദേഹത്തിന്റെ പ്രവർത്തിച്ചിരുന്ന ആ കമ്പനി ഇന്ന് ഇല്ല. അത് 2003 അത് അടച്ചുപൂട്ടിപ്പോയി, നെക്കോൺ എയർ എന്ന് പറയുന്ന കമ്പനി. അതിനുശേഷം രത്തൻ ലാമിച്ചാനെ, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ലാമിച്ചാനെ എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലാമെന്ന് അദ്ദേഹം ഷോർട്ടായിട്ട് പറഞ്ഞതാണ് എൻ്റെ അടുത്ത് എന്നെനിക്ക് തോന്നുന്നു. കാരണം അങ്ങനെ ഒരു പൈലറ്റ് ഉണ്ട്, ക്യാപ്റ്റൻ. അദ്ദേഹം അമേരിക്കയിൽ വെച്ച് 2015-ലോ 2016-ലോ ഒരു ആക്സിഡന്റിൽ മരിച്ചതായി ഒരു വിവരം ഒരാൾ എനിക്ക് അയച്ചു തന്നു. അപ്പൊ അത് ഇദ്ദേഹമാണോ എന്നെനിക്ക് ഉറപ്പില്ല. അപ്പം അത് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വശം പലരും, പല സുഹൃത്തുക്കളും ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ സാറ് ആദ്യത്തെ ഇന്ത്യൻ വിദേശ വിനോദസഞ്ചാരിയായിട്ട് സെലക്ട് ചെയ്യപ്പെട്ട ആളാണ് സാറ്. സാറ് അവിടെ ഉണ്ടായിരുന്നുള്ള കുറച്ച് അനുഭവങ്ങൾ പങ്കുവെക്കാൻ പറയുന്നുണ്ട്. ഏതാണ് അത്? ഞാൻ വളരെ ദീർഘമായ ഒരു കാര്യമാണ്. കാരണം സ്പേസിന്റെ എല്ലാ പരിപാടിയും ദീർഘമായ പരിശീലനങ്ങളും ദീർഘമായ അനുഭവങ്ങളുമാണ്. അപ്പൊ അത് ഇവിടെ ഒരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യമല്ല. അത് ഞാൻ സഞ്ചാരിയുടെ ഡയറിക്കുറിപ്പുകൾ യൂട്യൂബിലുണ്ട്. സഫാരിയുടെ യൂട്യൂബ് ചാനലിൽ കയറിയാൽ അതിനകത്ത് മുഴുവൻ കിടക്കുന്നത് അതിന്റെ ഇപ്പൊ ഈ ഏറ്റവും അവസാനത്തെ ഒരു 10 എപ്പിസോഡുകളിൽ നോക്കിയാൽ തന്നെയുണ്ട് സീറോ ഗ്രാവിറ്റിയും ജി ടോളറൻസും ഒക്കെ പരിശീലനം നേടിയതിന്റെ വിശദമായ കഥകൾ. അത് കേൾക്കുക. സാറിന്റെ ബിഗ്ഗസ്റ്റ് ഫിയർ എന്താണ് എന്നുള്ളത്? എനിക്ക് അങ്ങനെ വലിയ ഫിയർ ഒന്നും ഉള്ള ആളല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ബഹിരാകാശത്ത് പോകാൻ 2 കൈയും വീശി ഇറങ്ങില്ലല്ലോ. കേരളത്തിലെ കിഴക്കമ്പലം പഞ്ചായത്തും V4 കൊച്ചിയും എല്ലാം പുതിയൊരു മാറ്റത്തിന്റെ തുടക്കമല്ലേ സാർ? സാറിന്റെ അഭിപ്രായം? അത് ഒരുപാട് തവണ വന്നു. അല്ല, പുതിയ മാറ്റങ്ങൾ തീർച്ചയായിട്ടും പരമ്പരാഗതമായ ഒരു രാഷ്ട്രീയ ചിന്തയിൽ നിന്ന് മാറി വരുന്നതിനെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അവർക്കും വ്യക്തമായ ഒരു വീക്ഷണം ഉണ്ടാവണം. പലപ്പോഴും ഈ വീക്ഷണം എന്ന് പറയുന്നതിന്റെ പോരായ്മയാണ്. അല്ലാതെ പുതിയ കുറെ ആളുകൾ കൂടുന്നു, പഴയ ആളുകളെ മാറ്റിയിട്ട് എന്നതുകൊണ്ട് മാത്രം മാറ്റം ഉണ്ടാവില്ല. നമുക്ക് ഒരു ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും മികച്ചതായ ഒരു ഫെസിലിറ്റി, ലോകത്തെ ഏറ്റവും മികച്ചത് എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒന്നായിരിക്കും, വളരെ സിമ്പിളായ ഒന്നായിരിക്കും. ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ ഒന്നതിന് മികച്ചതെന്ന് പറയാൻ പറ്റില്ല. ലളിതമായി വരുമ്പോഴാണ് അത് കൂടുതൽ മികച്ചതായി വരുന്നത്. നമ്മൾ ഒന്ന് നോക്കൂ, പണ്ട് മൊബൈൽ ഫോണിൽ എത്ര ബട്ടണുകൾ ഉണ്ടായിരുന്നു. കൂടുതൽ ഡെവലപ്മെന്റ് വന്ന് കഴിഞ്ഞപ്പോ ഇപ്പൊ ഐഫോണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനുകളിലൊന്നും ഒരു ബട്ടൺ പോലും ഇല്ലാതായി, അല്ലെ? അപ്പൊ അതാണ് നമ്മൾ കൂടുതൽ റിഫൈൻ ആയി പെർഫെക്റ്റ് ആയി വരുന്നതോറും കോംപ്ലിക്കേഷൻസ് എല്ലാം ഒഴിവായി വരണം. അതാണ് പ്രപഞ്ചത്തിന്റെ നിയമം. അപ്പൊ അത്തരം ഒരു റിഫൈൻമെന്റ് ഈ പുതിയ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടായി വരേണ്ടതുണ്ട്. അതിനുള്ള ഒരു പുതിയ ചിന്തകളോ ആശയങ്ങളോ അവർക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തീർച്ചയായും അതൊരു വിജയമാകേണ്ടതുണ്ട്. പിന്നെ ഉള്ളത്, ഈ വർഷത്തെ വേൾഡ് ടൂറിസം ഡേയുടെ തീം ടൂറിസം ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നാണല്ലോ. ഈ നാടിന്റെ പൈതൃകം സംരക്ഷിക്കുന്നതിൽ ടൂറിസം വഹിക്കുന്ന പങ്കിനെ കുറിച്ച് 2 വാക്ക്. ടൂറിസം ലോകത്ത് എവിടെയും പൈതൃകം ലോകത്ത് എവിടെയും സംരക്ഷിക്കപ്പെടുന്നത് ടൂറിസം കൊണ്ടും പ്രധാനമായുമാണ്. ടൂറിസം എന്ന ഒരു വ്യവസായം ഇല്ലായിരുന്നെങ്കിൽ ലോകത്ത് ഇന്ന് പലയിടത്തും പൈതൃക ഗ്രാമങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല, കലാരൂപങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല, ഭക്ഷണ വൈവിധ്യങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. എല്ലാ മനുഷ്യരും പുതിയതിനെ തേടി ഏറ്റവും ലളിതമായിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ളതിന്റെ പുറകെ പോയേനെ. അത് ടൂറിസം എന്ന ഒരു സാധ്യതയും അതിലൂടെ വരുമാനം ഉണ്ടാകുകയും ചെയ്യുന്നത് കൊണ്ടാണ് അത്തരം ഗ്രാമങ്ങളും അത്തരം പ്രദേശങ്ങളും അത്തരം ആർക്കിടെക്ചറുകളും അത്തരം കലാരൂപങ്ങളും ഒക്കെ നിലനിർത്താൻ ആളുകൾക്ക് താല്പര്യം ഉണ്ടാകുന്നത്. ടൂറിസമാണ് അവരെ പ്രതിഫലം നൽകി നിലനിർത്തുന്നത്. ടൂറിസത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് അതിന്റെ കാരണം. അല്ലാതെ ടൂറിസം സംസ്കാരം കളയുന്നതല്ല. ലോകത്ത് എവിടെ ചെന്നാലും ഒന്ന് ആലോചിച്ച് നോക്കൂ, താജ്മഹൽ കാണാൻ ടൂറിസ്റ്റുകൾ വന്നില്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആരാണ് കാശ് മുടക്കുക? പല പുരാതനമായ എട്ടുകെട്ടുകളും മനുഷ്യൻ പൊളിച്ചു കളഞ്ഞ എന്തുകൊണ്ട്? അതിൽ നിന്ന് വരുമാനം ഇല്ലാഞ്ഞുകൊണ്ടല്ലേ. എന്നാൽ അതൊരു ടൂറിസം സെന്റർ ആയിട്ട് വളർന്നിരുന്നെങ്കിൽ ആരെങ്കിലും പൊളിച്ചു കളയുമായിരുന്നോ? ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. കുത്തബ് മീനാർ കാണാൻ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ചെല്ലുകയും ടിക്കറ്റ് എടുത്ത് കാണുകയും കയറുകയും ചെയ്യുന്നതുകൊണ്ടാണ് അത് സംരക്ഷിച്ചു നിർത്താൻ സർക്കാരിന്റെ പണമുള്ളത്. പണമില്ലാത്ത സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ ഏത് കെട്ടിടവും കാണണമെങ്കിൽ നിങ്ങൾ ചെന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായി എത്രയോ കെട്ടിടങ്ങൾ ഈ രാജ്യത്തുണ്ട്. നിങ്ങൾ ചെന്ന് നോക്കൂ.
ആരും സംരക്ഷിക്കാനുണ്ടാവില്ല. അപ്പൊ ടൂറിസം മാത്രമാണ് സംസ്കാരങ്ങളെ നിലനിർത്തുന്ന ഇന്ന്. പിന്നെ ചില രാജ്യങ്ങളിലൊക്കെ കമ്മിറ്റ്മെന്റ് ഉള്ള ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് കുറെയൊക്കെ ചെയ്യുമെങ്കിലും ഈ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് പോലും നിലനിൽക്കുന്ന എങ്ങനെയാണ്? ടൂറിസ്റ്റ് മുടക്കുന്ന ടിക്കറ്റ് എടുക്കുന്ന പണം കൊണ്ടാണ്. ഇല്ലെങ്കിൽ സർക്കാരുകൾ അതിനുവേണ്ടി ആരും പണം മാറ്റി വെക്കില്ല. ഇതാണ് യാഥാർത്ഥ്യം. പ്രതിഫലമില്ലാതെ ആരാണ് ഇന്ന് ഇപ്പം ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മുതല് കോൺട്രാക്ടർമാർ മുതൽ ആരെങ്കിലും പണിയെടുക്കുവോ? ഇല്ല. സമയം ഇപ്പൊ ഇതിനെ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർക്ക് 7 മണിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. അവർ വിളിക്കുന്നുണ്ട്. അധ്യക്ഷൻ ഓക്കെ. അതിലൊരു ചോദ്യം കൂടെ വന്നു സാർ. ലോക രാജ്യങ്ങളുടെ സൗന്ദര്യം കാണുന്നതോടൊപ്പം പ്രാദേശികമായ ഉൾനാടുകളുടെ ഒക്കെ സൗന്ദര്യത്തെ കുറിച്ച് നമ്മളും പറയാറുണ്ട്. നമ്മളെപ്പോഴും സ്കൂളുകളിൽ നിന്ന് ഒരുപക്ഷെ കേരളത്തിലെ ആളുകൾ മൈസൂരും ഗോവയും ബാംഗ്ലൂരൊക്കെ പോയി കാണും. ഇപ്പം ഞങ്ങൾ മലബാർ പ്രദേശത്തുള്ള ആളുകൾ, ഒരുപക്ഷെ കോഴിക്കോട് ജില്ലയിൽ താമസിക്കുന്ന ഒരാൾ കോഴിക്കോട് ജില്ലയിലെ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്, അത് കണ്ടു കാണില്ല. ഇങ്ങനെ ഒരു അതിനൊരു പല രീതിയിൽ അത് ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ കേൾക്കാറുള്ള ഒരു സംസാരമാണത്. അതേക്കുറിച്ച് സാറിന്റെ അഭിപ്രായം? ഇല്ല, നമ്മളിപ്പോ നഗരം കാണാതിരിക്കേണ്ട കാര്യമില്ല. നഗരവും കാണാം. നഗരം എന്ന് പറയുന്നത് ഗ്രാമത്തെക്കാൾ കുറെ കൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. ഗ്രാമം സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണെങ്കിൽ നഗരം മനുഷ്യാധ്വാനം കൊണ്ടുണ്ടാകുന്നതാണ്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഒരു നഗരത്തില് 50 നിലയുള്ള ഒരു കെട്ടിടം ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എത്രയോ ആളുകളുടെ അധ്വാനവും എത്ര കലാകാരന്മാർ, ആർക്കിടെക്റ്റുകൾ മുതലെല്ലാം ഉള്ളത് കൊണ്ടാണ് അത് നഗരമാകുന്നത്. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, ഇപ്പം കൊച്ചി മെട്രോ, അതൊരു അത്ഭുതമല്ലേ? അത് സൃഷ്ടിച്ചതിന് മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് കാണണ്ടാന്ന് പറയാൻ പറ്റുമോ? എന്നാൽ ഗ്രാമത്തിൻ്റെതായ ചില സൗന്ദര്യങ്ങളുണ്ട്, ലാളിത്യമുണ്ട്, അവിടെ ജീവിതമുണ്ട്. ഇത് രണ്ടും വേണം. ഇപ്പൊ നിങ്ങള് യൂറോപ്പിൽ പോയിട്ട് യൂറോപ്പിൽ ഗ്രാമങ്ങള് 1-2 ഗ്രാമം കണ്ടു കഴിയുമ്പോൾ പിന്നെ എല്ലാം ഒരേപോലെ ഇരിക്കും. എന്നാൽ നഗരം വ്യത്യസ്തമാണ്. ഇപ്പം ലണ്ടനും പാരീസും തമ്മിൽ വലിയ അന്തരമുണ്ട്. അവിടെ നിങ്ങൾക്ക് മാസങ്ങളോളം നടന്ന് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളുണ്ട്. ഇപ്പം ഒരു TV സ്ക്രീനിൽ ഇത് കാണുമ്പോൾ ഇതെല്ലാം ഒരുപോലെ ഇരിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ കിട്ടാത്തത് കൊണ്ടാണ്. എന്നാൽ ഒരു നഗരത്തിനുള്ളിലൂടെ നടക്കുമ്പോൾ പാരീസ്, ഇപ്പൊ നമ്മൾ ലോകത്തിലെ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന ടൂർ ഏജൻസികൾ വർഷങ്ങളായിട്ട് ഈ പണി ചെയ്യുന്നവരാണ്. അവരെന്തുകൊണ്ടാണ് ഫ്രാൻസിലെ ഗ്രാമത്തിലേക്ക് ടൂറ് എന്ന് പറഞ്ഞ് പരസ്യം ചെയ്യാത്തത്? അവിടേക്ക് പോകാൻ ആളെ കിട്ടാത്തത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ അവരും ഇത്രയും നാൾ നടത്തിയിട്ടും ആളുകൾക്ക് ആവശ്യമുള്ളതും ഏറ്റവും എക്സൈറ്റ്മെന്റ് ഉള്ളതും പാരീസ് നഗരത്തിലാണ് എന്നുള്ളത് കൊണ്ടല്ലേ? അവിടെ ഈഫൽ ടവർ മുതൽ അവിടെ മനുഷ്യൻ എങ്ങനെയാണ് ഒരു നഗരത്തെ ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് നമ്മുടെ ഇതുപോലെ വൃത്തികെട്ട കുറെ കോൺക്രീറ്റ് കെട്ടിടങ്ങളല്ല പലതും. പെർഫെക്റ്റ് പീസ് ഓഫ് ആർട്ടാണ് തെരുവുകൾ പോലും. അപ്പൊ അതൊക്കെ കാണുക, അത്ഭുതപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ടെലിവിഷന്റെ ഒരു ചെറിയ സ്ക്രീനിൽ അത് എനിക്ക് ചിലപ്പോൾ കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഇത് വലിയൊരു അത്ഭുതമാണെന്ന് തോന്നുന്നത് കൊണ്ടാണ് നഗരങ്ങൾ ഞാൻ കൂടുതൽ കാണിക്കുന്നത്. ഗ്രാമങ്ങളിലും പോകാൻ പറ്റുന്ന അവസരം ഞാൻ ഉപയോഗപ്പെടുത്തും. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രാമങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയും ഉൾനാടുകൾ ചിത്രീകരിക്കുകയും ചെയ്യണമെങ്കിൽ നമുക്ക് കൂടുതൽ സമയവും കൂടുതൽ ആളുകളും ആവശ്യമാണ്. കാരണം നഗരത്തിൽ നമ്മളെ സ്വീകരിക്കുന്ന ഒരു സമൂഹമാണെങ്കിൽ ഗ്രാമങ്ങൾ എപ്പോഴും ഒറ്റപ്പെട്ട് നിൽക്കുന്നതാണ്. അതായത് അവിടെ ക്യാമറയുമായിട്ട് ഒരു ഗ്രാമത്തിലേക്ക് ഒരാൾ ചെന്ന് ഓരോ വീട്ടിലേക്ക് കയറി ചെന്നാൽ യൂറോപ്പിലോ വികസിത രാജ്യങ്ങളിലോ ഒക്കെ, എന്തിനും വികസിത രാജ്യമല്ല, ആഫ്രിക്കയിൽ പോലും നമ്മളെ വലിയ പ്രശ്നത്തിൽ ചെന്ന് ചാടും. ആഫ്രിക്കയിലൊക്കെ ഗ്രാമങ്ങളിലേക്ക് നമ്മൾ ചെന്നാൽ അവിടുത്തെ സ്ത്രീകൾ കല്ലെടുത്ത് എറിഞ്ഞാണ് നമ്മളെ ഓടിക്കുക. അപ്പൊ അവർക്ക് ക്യാമറയായിട്ട് മറ്റൊരു നാട്ടുകാരൻ അവരുടെ ഗ്രാമത്തിലേക്ക് വരുന്ന ഇഷ്ടമല്ല. ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ്. യൂറോപ്പിൽ വികസിത രാജ്യങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് വലിയ ഒരു 3-4 ആളുകൾ കോർഡിനേറ്റ് ചെയ്യാൻ ആ ലോക്കൽ ആളുകളുടെ സപ്പോർട്ടും കൂടുതൽ സമയവും. ഞാൻ യാത്ര ചെയ്യുന്ന പലപ്പോഴും ഒരാഴ്ചത്തേക്കൊക്കെയാണ്. ഈ ഒരാഴ്ച കൊണ്ട് 10, 20, 30 എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്ത് തീർക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഒരു ദിവസമൊക്കെ ഗ്രാമത്തിൽ സ്പെൻഡ് ചെയ്യും. ബാക്കി സമയം കൂടുതലും ഒരു നഗരത്തിൽ നിന്ന് അടുത്ത നഗരത്തിലേക്കാണ് ഗതാഗതം. ഒരു ഗ്രാമത്തിൽ നിന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് ട്രെയിൻ ഓടുന്നില്ല. പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്കാണ് ട്രെയിൻ ഓടുന്നത്. വിമാനത്താവളങ്ങളും എല്ലാം പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്കാണ്. അല്ലാതെ ഗ്രാമത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പറക്കുന്ന വിമാനങ്ങളില്ല, കപ്പലുകളില്ല. അപ്പൊ എല്ലാം പട്ടണ കേന്ദ്രീകൃതമാണ്. താമസിക്കാനുള്ള മുറി പോലും കിട്ടുന്നത് പട്ടണങ്ങളിലേ ഉള്ളൂ. അപ്പം ഇങ്ങനെ പല സാങ്കേതിക പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ടും ന്യൂയോർക്ക് കാണാതെ അമേരിക്കയിലെ ചെന്ന് നമ്മള് ഗ്രാമം നമുക്ക് ആദ്യം സെലക്ട് ചെയ്യാൻ കഴിയില്ല. ന്യൂയോർക്കിലേക്ക് ചെന്നിറങ്ങാൻ കഴിയും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി യാത്രയിൽ നമ്മൾ യഥാർത്ഥത്തിൽ നേരിടുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങള്
ഇന്ത്യ നേരെ തിരിച്ചാണ്. ഇന്ത്യയിൽ നമുക്ക് എളുപ്പം ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കാനാണ്. എവിടെ നോക്കിയാലും ഗ്രാമമാണ്. അതാണ് അതിന്റെ വ്യത്യാസം. ഓക്കെ, താങ്ക് യു സാർ. ചോദിച്ച് തീരാത്ത ചോദ്യങ്ങളും പറഞ്ഞു തീരാത്ത അനുഭവങ്ങളുമായി നമുക്ക് ഈ സെഷൻ സമയപരിമിതി കൊണ്ട് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഷദ. ഹലോ ഷാന. ഹലോ. യെസ്. അടുത്തതായി ഔദ്യോഗികമായി നന്ദി പറയാനായി മറിയം മർസീന, യെസ് ഇന്ത്യ ഭാരവാഹി മറിയം മർസീനയെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ഇത്തരത്തിലൊരു സെഷനിൽ ഒരു ഔദ്യോഗികമായി ഒരു നന്ദി പറച്ചിലിൽ അവസാനിപ്പിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ഒരു സ്നേഹത്തിന്റെ ഭാഷയിലുള്ള ഒരു നന്ദിയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഇന്നത്തെ പ്രോഗ്രാമിന് നമ്മോട് സംവദിക്കാനായി എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ സന്തോഷ് ജോർജ് വളങ്ങരയ്ക്ക് യെസ് ഇന്ത്യയുടെ പേരിൽ ഞാൻ സ്നേഹത്താൽ ഒരു നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഇന്ന് അധ്യക്ഷ സ്ഥാനം നിർവഹിച്ച യെസ് ഇന്ത്യയുടെ പ്രസിഡന്റ് ശ്രീ അക്ഷയ് കുമാർ ഒ, യെസ് ഇന്ത്യ യങ് എംബിലിയൻ സ്റ്റുഡൻസ് ഇന്ത്യ, യെസ് ഇന്ത്യയുടെ അണ്ടറിലുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ലീഡർഷിപ്പ് ഇന്ത്യ. എല്ലാ വർഷകാലവും ഒരു റെസിഡൻഷ്യൽ 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു റെസിഡൻഷ്യൽ ക്യാമ്പോട് കൂടെയാണ് ലീഡർഷിപ്പ് ഇന്ത്യ വിദ്യാർത്ഥികളിലേക്ക് എത്താറ്. എന്നാൽ ഈ വർഷത്തെ സാഹചര്യം അനുസരിച്ച് ഒരു റെസിഡൻഷ്യൽ ക്യാമ്പ് ഒരുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോം എങ്കിൽ ഓൺലൈൻ, അതിനെ എത്രത്തോളം മനോഹരമാക്കാം, അതിനെ എത്രത്തോളം ക്രിയേറ്റീവ് ആക്കാം എന്ന ഉദ്ദേശത്തോടെ ലീഡർഷിപ്പ് ഇന്ത്യയുടെ ഡയറക്ടർമാരായിട്ടുള്ള ഷാനയും ഷെതയും ജ്വാല 2020 തുടക്കമിടുകയായിരുന്നു. ജ്വാല 2020 മൂന്നാമത്തെ സെഷനിലാണ് ഇന്ന് ശ്രീ സന്തോഷ് ജോർജ് വളങ്ങര നമ്മോട് സംവദിച്ചത്. കഴിഞ്ഞ 3 ദിവസം മുന്നേ സന്തോഷ് ജോർജ് വളങ്ങരയുടെ സെഷൻ ആണ് അടുത്തതെന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഇറക്കിയ സമയത്ത് 1-2 ഗ്രൂപ്പുകളിൽ ഒതുങ്ങാതെ 3-4 വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ലീഡർഷിപ്പ് ഇന്ത്യ കുതിച്ചു വരികയായിരുന്നു. അതിന് വേറെ ഒന്നും പറയാനില്ല, SCK എഫക്ട്. ദാറ്റ്സ് ഓൾ. താങ്ക് യു സർ. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ പാർട്ടിസിപ്പൻസിനും യെസ് ഇന്ത്യ കുടുംബാംഗങ്ങൾക്കും യെസ് ഇന്ത്യയുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് അധ്യക്ഷന്റെ അനുവാദത്തോടുകൂടെ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു. താങ്ക് യു ഓൾ.